നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണെങ്കിലും പലരും സംസാരിക്കാൻ തന്നെ മടിക്കുന്ന, പലപ്പോഴും 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കാര്യമാണ് ലൈംഗികത എന്ന് പറയുന്നത്. പലർക്കും അതിനെക്കുറിച്ച് പല സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും. നമുക്കതൊക്കെ ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളോടൊപ്പം ഇന്നുള്ളത് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ISRM ക്ലിനിക്കിൻ്റെ ഫൗണ്ടറായ ഡോക്ടർ അജയൻ വർഗീസ് ആണ്. വെൽക്കം ഡോക്ടർ. ഡോക്ടറെ, പലർക്കുള്ളൊരു സംശയമാണ് വയസ്സാകുന്ന സമയത്ത്, അതായത് വാർദ്ധക്യകാലത്ത് അവരുടെ ലൈംഗിക ശേഷി നശിച്ചു പോകുമെന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? അതായത് ലൈംഗിക ശേഷി നശിച്ചു പോകുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് വയസ്സാകുമ്പോൾ സാധാരണ ഈ ലൈംഗിക ശേഷിയിൽ കുറവ് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം അത് നശിച്ചു പോവുക എന്നുള്ളതല്ല. മാത്രമല്ല, ഈ ഒരു തെറ്റിദ്ധാരണ ഇത്ര വയസ്സ് വരെ നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുള്ളൂ. ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് മരണം വരെ സാധിക്കുന്ന ഒരു കാര്യമാണ്. അഥവാ ഒരു കാപ്പിപ്പൊടി അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. ആ ഒരു അച്ഛൻ പറഞ്ഞോണം മരണത്തിന് ശേഷം ഒരു 5 മിനിറ്റോടെ ലൈംഗികത നിലനിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തമാശ രൂപേണ പറഞ്ഞതാണെങ്കിൽ കൂടി അതിനകത്തൊരു കാര്യമുണ്ട്. കാരണം വെച്ചിട്ട് ഈ ലൈംഗികത ജീവിത അവസാനം വരെ സ്ത്രീക്കും പുരുഷനുള്ള ഒരു അനുഗ്രഹമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആ ലൈംഗികത ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. പിന്നെ ലൈംഗികത നശിച്ചു പോകുന്നുണ്ടോ, അതിന് വാർദ്ധക്യകാലത്ത് കുറവ് വരുന്നുണ്ടോ ഒക്കെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചുള്ള കുറവ് ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ വരില്ല. എന്തെങ്കിലും ആരോഗ്യ കാരണങ്ങൾ, അതായത് അസുഖമുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷിയിൽ വ്യതിയാനം ഉണ്ടാവും. വയസ്സാകുമ്പോൾ നമുക്ക് ഓരോരോ അസുഖങ്ങൾ വരുമല്ലോ, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്നതിനനുസരിച്ച്. അതെ അതെ, ശരീരത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രഷറോ പ്രമേഹോ കൊളസ്ട്രോളോ ഹാർട്ടിന് കംപ്ലൈൻറ്റോ പ്രോസ്റ്റേറ്റ് കിഡ്നി അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ വരാം. അതിലേതെങ്കിലും അസുഖം ലൈംഗികതയെ ബാധിച്ചെന്ന് വരാം. അതല്ലാതെ വയസ്സല്ല അതിൻ്റെ കാരണം. ശരിക്കും അതിൻ്റെ കാരണം ആ ശരീരത്തിൽ ഉടലെടുത്തിരിക്കുന്ന മറ്റ് അസുഖങ്ങളാണ്. ഡോക്ടറെ, ഈ മനുഷ്യരിൽ മാത്രമല്ല ജീവജാലങ്ങളിൽ മുഴുവനും നിലനിൽക്കുന്ന ഒരു കാര്യമാണല്ലോ ലൈംഗികത എന്ന് പറയുന്നത്. ഈ ലൈംഗികതയ്ക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? ലൈംഗികതയ്ക്ക് ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നൊന്നുമില്ല. ഇത് മരുന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. 90 വയസ്സായാലും 95 വയസ്സായാലും ലൈംഗിക ചിന്ത മനുഷ്യൻ്റെ തലച്ചോറിൽ ഉടലെടുക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ പോകുന്നുണ്ട്. അത് ലൈംഗിക ബന്ധമായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ലൈംഗികതയായിട്ട് നമ്മൾ കണക്കിലെടുക്കണം. എന്നാൽ പെനിട്രേറ്റീവ് സെക്സ്, അതായത് ആ രീതിയിലുള്ള ലൈംഗികതയിലേക്ക് വരുവാൻ ചിലർക്ക് കഴിഞ്ഞില്ലെങ്കിൽ കൂടി ലൈംഗികതയ്ക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല. മറ്റ് അസുഖം ഞാൻ നേരത്തെ സൂചിപ്പിച്ച വണ്ണം മറ്റ് അസുഖങ്ങളില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും. അതിന് വയസ്സൊരു പ്രശ്നമല്ല, എക്സ്പയറി ഡേറ്റ് ഇല്ല. ലൈംഗികതയ്ക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് നമ്മൾ കരുതുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തി ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയും. ആ സമയത്ത് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ എനിക്കൊന്നിനും കഴിവില്ല, എൻ്റെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊന്നിനും കൊള്ളാത്തവളായി, ഞാനൊന്നിനും കഴിവില്ലാത്തവനാണ് എന്നൊക്കെയുള്ള ചിന്താഗതി വന്നു കഴിഞ്ഞാൽ അത് മറ്റ് ജീവിത രീതിയെ കൂടി, അതായത് ഒരു പോസിറ്റീവ് മൈൻഡ് അവിടെ ഇല്ലാണ്ടാകുകയും പെട്ടെന്ന് തന്നെ വാർദ്ധക്യം ബാധിക്കുന്നതായി കാണാം. അത് എൻ്റെ അഭിപ്രായത്തിൽ ലൈംഗികത എത്രത്തോളം കാലം തുടരുന്നുവോ അത്രത്തോളം കാലം അവർക്ക് എന്നാണ് വെച്ചാൽ ആരോഗ്യം നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വയസ്സായിട്ടുള്ള ആൾക്കാരിൽ, ഒരു 50 വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലൊക്കെ ലൈംഗിക ശേഷി കുറവ് കണ്ടുവരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം വയസ്സല്ല. അത് സാധാരണ ഇതിൽ ഇവരുടെ ജനിതക ഘടനയൊന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ പിതാവിനും മാതാവിനും ഒക്കെ എന്തെങ്കിലും അസുഖമുണ്ടോ, അമ്മമാർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, ആ രീതിയിലുള്ള അസുഖങ്ങൾ അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പ്രമേഹം, അല്ലെങ്കിൽ പ്രഷർ, കൊളസ്ട്രോള്, പിന്നെ യൂറിക് ആസിഡ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും അസുഖം അവർക്ക് പാരമ്പര്യമായിട്ട് കണ്ടുവരുന്നുണ്ടെങ്കിൽ അത്ര അസുഖം കൂടുതലായിട്ട്, പൊതുവെ ലക്ഷണങ്ങൾ അതിൻ്റെ കാണിക്കുന്ന ഒരു 50 വയസ്സ് കഴിയുമ്പോഴാണ്. ആ 50 വയസ്സ് കഴിയുമ്പോൾ അത്തരം പ്രഷർ ഉടലെടുക്കുന്നു, പ്രമേഹം ഉടലെടുക്കുന്നു, കൊളസ്ട്രോൾ കൂടുതലാവുന്നു, ഹാർട്ടിന് കംപ്ലൈൻറ്റ് വരുന്നു. ഇത്രയൊക്കെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടപ്പിറപ്പായിട്ട് ലൈംഗിക ശേഷി അനുഭവപ്പെടുന്നതാണ് ജനം തെറ്റിദ്ധരിക്കുന്നത്. അത് ഏറെക്കുറെ താത്വികമായിട്ട് ശരിയാണെങ്കിൽ കൂടി അതിന് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ആദ്യം ഉടലെടുക്കുന്നത് ലൈംഗിക ശേഷിക്കുറവാണ്. അപ്പോൾ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 50 വയസ്സിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയായി, പ്രഷർ വരാനുള്ള സാധ്യതയായി, അതിൻ്റെ ഒരു പൈലറ്റ് വാഹനം അല്ലെങ്കിൽ ഒരു ആദ്യ സൂചനയാണ് ഈ ലൈംഗിക ശേഷിക്കുറവ്. അപ്പോൾ നമ്മളതല്ലാതെ 50 വയസ്സ് കഴിഞ്ഞാൽ ഒരാൾക്ക് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നല്ല മനസ്സിലാക്കേണ്ടത്. അവർക്ക് പാരമ്പര്യമായി ഏത് അസുഖമാണോ വരാൻ സാധ്യതയുള്ളത് അതിൻ്റെ ആദ്യത്തെ മണി മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ആ സമയത്ത് തന്നെ
ചികിത്സ തുടങ്ങുകയും ശരിയായ പരിശോധനകൾ നടത്തുകയാണെങ്കിൽ ഇന്ന അസുഖം ഇന്ന വ്യക്തിക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് വെറും ലാബറട്ടറി ടെസ്റ്റുകൾ മാത്രം പോരാ. മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഞങ്ങൾ സാധാരണ ഫാമിലി ഹിസ്റ്ററി എടുക്കാറുണ്ട്. ഫാദറിന് ഇന്ന അസുഖം ഉണ്ടായിരുന്നോ, മദറിന് ഇന്ന അസുഖം ഉണ്ടായിരുന്നോ, ആ ബന്ധുക്കൾക്കോ സഹോദരന്മാർക്ക്, മൂത്ത സഹോദരന്മാർക്ക്, സഹോദരികൾക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ടായിരുന്നു, ആ രീതിയിലുള്ള ഒരു അസുഖം ഇവർക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുൻകരുതലും എടുക്കാം, ലൈംഗിക ശേഷിക്കുള്ള ചികിത്സയും നടത്താം. അപ്പോൾ ഈ പാരമ്പര്യം അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ ലൈംഗിക ശേഷിനെ വല്ലാതെ ബാധിക്കുന്നുണ്ടോ? എല്ലാ ജീവിതശൈലി രോഗങ്ങളും പാരമ്പര്യ ഘടകവുമായിട്ടൊരു ബന്ധമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വ്യക്തിക്ക് അതായത് അദ്ദേഹത്തിൻ്റെ ഫാദറിന് ഷുഗറുണ്ട്, മദറിന് ഷുഗറില്ല. അദ്ദേഹത്തിന് ഷുഗർ വരാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അവിടെ ഒരു ഘടകം കിടപ്പുണ്ട്. ഫാദറിനും മദറിനും ഷുഗർ ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതേസമയത്ത് ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള ലെവലിൽ നമ്മൾ പ്രമേഹത്തെ കണക്കിലെടുക്കുന്നു. ശരിയാണത് ജീവിതശൈലി രോഗങ്ങളാണ്. അദ്ദേഹം വ്യായാമം ചെയ്യുന്നില്ല, അതുപോലെ തന്നെ വേണ്ട രീതിയിലുള്ള ഉറക്കമില്ല, മറ്റ് ആവശ്യത്തിൽ കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നു. ഈ വ്യക്തിക്ക് പാരമ്പര്യ ഘടകം ഉണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ ഷുഗർ വരും. പാരമ്പര്യ ഘടകം ഇല്ലാത്തൊരു വ്യക്തിക്ക് ചിലപ്പോൾ 10-15 വർഷം കഴിഞ്ഞേ വരുള്ളൂ. അതുകൊണ്ട് പാരമ്പര്യ ഘടകം എന്നുള്ളതിൻ്റെ അർത്ഥം അവർക്ക് കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ആദ്യം നമുക്ക് ലഭിക്കുന്ന സൂചനയാണ് ലൈംഗിക ശേഷിക്കുറവ്. അതാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർ, അതുപോലെ തന്നെ വാർദ്ധക്യകാലത്ത് പുരുഷന്മാരിൽ പ്രധാനമായിട്ടും ഈ ലൈംഗിക താല്പര്യം കുറയുന്ന ഒരു പ്രവണത കാണുന്നുണ്ടോ? അല്ല, അതിന് ലൈംഗിക താല്പര്യം ഉണ്ടാക്കുന്നതിൽ ഹോർമോണുകൾക്ക് നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ ആ ഹോർമോണുകളുടെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30-35 വയസ്സ് കഴിഞ്ഞാൽ 1% വെച്ച് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറയുന്നതോടുകൂടി ലൈംഗിക താല്പര്യം മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. പക്ഷെ വെറും ടെസ്റ്റോസ്റ്ററോൺ മാത്രമല്ല ലൈംഗിക താല്പര്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ തലച്ചോറിൽ വരുന്ന ചില സിഗ്നലുകൾ, ചെറുപ്പകാലത്തിലുള്ള ചില അനുഭവങ്ങൾ, അതുപോലെ മറ്റ് ക്യൂസ്, അതെല്ലാം കൂടെ നോക്കുമ്പോൾ എന്താണ് ഇതിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ലെവൽ കുറയുകയാണെങ്കിൽ കൂടി ചില പുരുഷന്മാരിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യം അതേ രീതിയിൽ തന്നെ നിലനിൽക്കുകയും ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായി കാണപ്പെടുന്നുമുണ്ട്. അപ്പോൾ പ്രായം കൂടുന്നതോടുകൂടി ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയുമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരം നൽകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കുറയും. കാരണം ഹോർമോൺ ലെവൽ കുറയുന്നുണ്ട്. ഹോർമോൺ ലെവൽ കുറയുമ്പോൾ ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയും. അതുമാത്രമല്ല, ഈ ഹോർമോൺ ലെവൽ കുറയുന്നത് പ്രോസ്റ്റേറ്റിനെ ബാധിക്കും. ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് അത് പോകാറുണ്ട്. മൂത്രതടസ്സം ഉണ്ടാകാറുണ്ട്. രാത്രി എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പോകേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള പ്രോസ്റ്റേറ്റിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഹോർമോൺ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെനോപോസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. ഹോർമോൺ കുറയുന്നതോടുകൂടി അവരുടെ ആർത്തവ വിരാമം ഉണ്ടാകുന്നുണ്ട്. പുരുഷന് അങ്ങനെ പ്രകടമായ ഒരവസ്ഥയിലേക്ക് പോകുന്നില്ലെങ്കിൽ കൂടി പുരുഷനും ലൈംഗികമായിട്ടുള്ള ഈ താല്പര്യക്കുറവ് ഒരു ഗ്രാജ്വലി, ഒരു ഗ്രാഫ് മെല്ലെ താണു വരുന്നത് പോലെ കുറഞ്ഞു വരുന്നുണ്ട്. ഒറ്റയടിക്കല്ല എന്ന് മാത്രം. എന്നിരുന്നാലും എത്ര ഹോർമോൺ ലെവൽ കുറവിലേക്ക് പോയാലും പുരുഷൻ്റെ ലൈംഗികത അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാകുന്ന ഒന്നല്ല. മാത്രമല്ല, ലൈംഗിക താല്പര്യം അവിടെ ഉണ്ടാക്കുന്നതിന് വെറും ഹോർമോൺ മാത്രമല്ല ഘടകമാകുന്നത്. പിന്നെ മറ്റ് അസുഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയാറുണ്ട്. ഡോക്ടറെ, ഈ ആർത്തവിരാമത്തിന് ശേഷം, അതായത് മെനോപോസിന് ശേഷം സ്ത്രീകളിൽ ലൈംഗികത നശിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിൽ അതായത് നമ്മുടെ ഹോർമോൺ ലെവൽ, ഈസ്ട്രോജൻ്റെ ലെവൽ കുറയുന്നുണ്ട്. പിന്നെ ലൈംഗികമായിട്ടുള്ള എണ്ണത്തിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ ജീവിതചക്രം തന്നെ മാറുകയാണ്. ആർത്തവം നിൽക്കുന്നു. അപ്പം തൻ്റെ സ്ത്രീത്വം നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു ധാരണയിലേക്ക് ചില സ്ത്രീകൾ പോകാറുണ്ട്. ഹോർമോൺ ലെവൽ തീർച്ചയായിട്ടും കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരിധി വരെ ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയണമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടാറുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു ചെറിയ വ്യതിയാനമൊക്കെ ഉണ്ടാകുമെന്നുള്ളതല്ലാതെ ആർത്തവ വിരാമം കൊണ്ട് ലൈംഗിക ശേഷി അങ്ങനെ നഷ്ടപ്പെടുന്നൊന്നുമില്ല. പിന്നെ ലൈംഗികമായിട്ട് നല്ല ഊർജ്ജസ്വലത, അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളിലും കാണുന്നുണ്ട്. മാത്രമല്ല 50-60 വയസ്സായ സ്ത്രീകൾ എൻ്റെ അനുഭവത്തിൽ നല്ല ലൈംഗികമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി അതുപോലെ തന്നെ കൂടുതൽ ലൈംഗികത പ്രകടിപ്പിക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. ഇവിടെ ക്ലിനിക്കിൽ വരുന്നതിൽ ഒരു 70-75 വയസ്സായ പുരുഷന്മാരെ ചികിത്സയ്ക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുവരുന്ന 60-65 വയസ്സായ സ്ത്രീകൾ വളരെയധികമുണ്ട്. കാലഘട്ടം മാറി. അവരെ സംബന്ധിച്ചിടത്തോളം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികത അവരുടെ അവകാശമാണ്, ആഗ്രഹം മാത്രമല്ല അവരുടെ അവകാശമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരതിനനുസരിച്ചുള്ള ചികിത്സയിലേക്ക് വരാൻ തയ്യാറുമാണ്. അതായത്
പണ്ട് വിദ്യാഭ്യാസമില്ലാതിരുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ഇതൊക്കെ വല്ല നേരത്തെ സൂചിപ്പിച്ച 4 ചുമരുകൾക്കുള്ളിൽ അത് ഒതുങ്ങി തീരുമാനിക്കും. ഇപ്പം 4 ചുമരുകൾക്കുള്ളിലല്ല, അതിന് പുറത്തേക്ക് പോകാൻ ചുമരുകൾക്കുള്ളിൽ ഇരുന്നാൽ പോലും മൊബൈൽ ഫോണായി, കമ്പ്യൂട്ടറായി, ഇൻ്റർനെറ്റായി അവർക്ക് ഇവിടെ നിന്ന് ഏത് രാജ്യത്തേക്കും എവിടത്തേക്കും പോകാനും അത്രയ്ക്ക് വിശാലമാണ് ലോകം. അങ്ങനെ ആവുന്നതോട് അവർ ലൈംഗികതയെക്കുറിച്ച് അതിൽ സെർച്ച് ചെയ്യുകയും ലൈംഗികത നശിക്കുന്ന ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്നതോടുകൂടി സ്ത്രീകളും ലൈംഗികമായിട്ടുള്ള അവരുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ, ഒരു ദാമ്പത്യം എന്ന് പറയുന്ന ഒരു കുടുംബ പ്രശ്നമാണല്ലോ. അപ്പോൾ 2 കൂട്ടരും ചികിത്സയ്ക്ക് വരുന്ന കണക്ക്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ കൂടി വരുന്നുണ്ട്. അങ്ങനെ ചികിത്സയ്ക്ക് വരുന്നവരിൽ അവരുടെ അസുഖങ്ങൾ എന്താണ്, അവർക്ക് പ്രശ്നങ്ങൾ എന്തെല്ലാം ആണുള്ളത്, അതൊക്കെ കണ്ടുപിടിച്ചിട്ട് രണ്ടുപേരെയും ആരോഗ്യരംഗത്തിനും അതുപോലെ തന്നെ ലൈംഗിക കാര്യങ്ങൾക്കും നമുക്ക് ചികിത്സ നൽകാൻ കഴിയും. അതുകൊണ്ട് അവരുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൂടാതെ ഈ ലൈംഗികതയില്ലെങ്കിൽ ആ കുടുംബത്തിലെ ജീവിതം ഒരു അലസോരപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. അവരെ സംബന്ധിച്ച് അവരുടെ ഇൻറ്റിമസി വർദ്ധിക്കുന്നു. അവർക്ക് അതുപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രവണത, അതായത് ഒരു കഴിവ് അതിൽ ലഭിക്കുന്നു. പ്രത്യേകിച്ച് മക്കളൊക്കെ ഇന്ന് മിക്കവരുടെയും മറ്റ് വിദേശ രാജ്യങ്ങളിലോ മറ്റും ജോലി ചെയ്യുകയായിരിക്കും. ഏതായാലും പണ്ടത്തെ പോലെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആയിരിക്കില്ല മക്കൾ. അപ്പോൾ ആ വാർദ്ധക്യ കാലത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക സുഖം ലഭിക്കുകയാണെങ്കിൽ അവർക്കത് നല്ല കാര്യമാണെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. മാത്രമല്ല അവരുടെ ആരോഗ്യത്തിന് നല്ലതുമാണത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വാർദ്ധക്യകാലത്ത് വരുന്ന ഏതൊക്കെ രോഗങ്ങളാണ് ലൈംഗിക ശേഷി നശിപ്പിക്കാൻ കാരണമാവുന്നത്? എൻ്റെ അഭിപ്രായത്തിലില്ല, വാർദ്ധക്യകാലത്തിൽ വരുന്ന ഒട്ടുമിക്ക രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളെന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നതാണെങ്കിൽ കൂടി ആ രോഗങ്ങളും അതുപോലെ തന്നെ മറ്റെല്ലാ രോഗങ്ങളും ലൈംഗിക ശേഷി നശിപ്പിക്കും. ഒന്ന്, നമുക്ക് ആദ്യം പ്രഷർ, പ്രമേഹം, ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ പ്രമേഹം എടുക്കാം. ഒരു വ്യക്തിക്ക് പ്രമേഹം വരികയാണെങ്കിൽ അവരുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുവാനുള്ള സാധ്യത 10 മടങ്ങാണ്. അതിൻ്റെ കാരണം അവരുടെ ഞരമ്പുകളെ അത് ബാധിക്കുന്നു, രക്തക്കൊള്ളുകളെ ബാധിക്കുന്നു, ഹോർമോണുകളെ ബാധിക്കുന്നു. അപ്പോൾ ഞരമ്പുകൾക്ക് ബ്ലോക്ക് ഉണ്ടാകുന്നു, അതുപോലെ തന്നെ രക്തക്കൊള്ളുകൾക്ക് ബ്ലോക്ക് ഉണ്ടാകുന്നു. അതുകൂടാതെ ഹോർമോണിൻ്റെ ലെവൽ കുറയുന്നു, അവരുടെ ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകില്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവരുടെ യോനിയിൽ അത് ഇതിനു മുമ്പുണ്ടായിരുന്ന പോലെയുള്ള നനവുണ്ടാവില്ല. അപ്പം അങ്ങനെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ കൂടി അതിനുള്ള കഴിവില്ലാത്തൊരവസ്ഥയിലേക്ക് പ്രമേഹം കൊണ്ടെത്തിക്കും. പിന്നെ ക്രമേണ ആ ആഗ്രഹം കൂടി ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് പോകും. പ്രഷർ വരികയാണെങ്കിൽ അവരുടെ രക്തക്കൊള്ളുകൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ രക്തക്കൊള്ളിൻ്റെ ഉൾപ്പാളിയായിട്ടുള്ള എൻഡോത്തീലിയം പൊട്ടിപ്പോകുന്ന അല്ലെങ്കിൽ തകരാറിലേക്ക് പോകുന്ന ഒരവസ്ഥ വരും. അത് ബ്ലോക്കിലേക്ക് പോകാം, അത്രോസ്ക്ലിറോസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം. ആ ലെവലിലും ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നതായി കാണാം. അത് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ തന്നെ അത് സംഭവിക്കാം. ഇനി കൊളസ്ട്രോൾ കൂടിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം രക്തക്കൊള്ളുകൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കും. അങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കുമ്പോൾ ഓരോരോ അവയവങ്ങൾക്ക് ഇതിൽ വേണ്ടത്ര രീതിയിലുള്ള രക്തം ലഭിക്കില്ല, ലിംഗോദ്ധാരണം നടക്കില്ല, യോനിയിൽ നനവുണ്ടാവില്ല. ഈ പ്രശ്നങ്ങളാണ് കൊളസ്ട്രോൾ വഴിക്ക് വരുന്നത്. ഇനി അടുത്തത് ഈ അസുഖങ്ങൾ 3 വരികയാണെങ്കിൽ അതല്ലാതെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, പ്രായമാകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം. ഹാർട്ടിനെ സംബന്ധിക്കുന്ന ഏത് അസുഖവും ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളിൻ്റെ പമ്പിങ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് വേണ്ടത്ര പ്രഷർ നൽകാൻ കഴിയാതെ വരിക, അപ്പോഴും ലിംഗത്തിൻ്റെ ഉദ്ധാരണം കുറയുന്നതായി കാണാം. പിന്നെ അതുകൂടാതെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ ഒരു ഭയപ്പാട് ഉടലെടുക്കും. ആ ഭയപ്പാട് വഴിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് തനിക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയപ്പാട് ഉടലെടുക്കുന്നു. ഇനി ആർത്രൈറ്റിസ്, അതായത് മുട്ടുവേദന, സോറിയാസിസ്, ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ലൈംഗികതയെ ബാധിക്കും. ഇനി കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, പ്രോസ്റ്റേറ്റ് സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ തന്നെ ലിവർ സംബന്ധമായ സിറോസിസ് അങ്ങനെയൊക്കെയുള്ള വരികയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ശേഷി കുറയും. കാരണം ലൈംഗികത എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മൊത്തം സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് തകരാറുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലൈംഗികതയെ ബാധിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ലൈംഗിക ശേഷി നശിപ്പിക്കുന്നതിൽ പ്രമേഹം മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കലുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രമേഹം ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് പ്രമേഹം ഉണ്ടാവുകയാണെങ്കിൽ ആളുകൾ ധരിക്കുന്നത് പോലെയല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ കോശവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോശങ്ങൾ തകരാറിലാകുന്നു എന്ന് പറയുമ്പോൾ
ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രക്തക്കൊള്ളികൾക്ക് ബ്ലോക്ക് ഉണ്ടാകുന്നു. രക്തക്കൊള്ളികൾക്ക് ബ്ലോക്ക് ഉണ്ടാകുന്നതോടുകൂടി ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. അതുപോലെ തന്നെ ഞരമ്പുകൾക്ക് കൈകാലുകൾക്ക് തരിപ്പുണ്ടാകുന്നു. അപ്പോൾ ചിലരൊക്കെ പ്രമേഹം മൂർച്ഛിച്ച് കഴിയുമ്പോൾ അവർ ഇഷ്ട ചെരുപ്പ് ഊരി പോകുന്നു അവരറിയില്ല. അത് ന്യൂറോപ്പതിയാണ്. അപ്പോൾ ഞരമ്പുകളെ അത് ബാധിക്കുന്നു. ഇതുകൂടാതെ പ്രമേഹം ഹോർമോണുകൾ കുറയ്ക്കുന്നുണ്ട്. ആ ഹോർമോൺ ലെവൽ കുറയുന്നതോടുകൂടി ലൈംഗിക ആഗ്രഹവും ലൈംഗികമായിട്ടുള്ള ദൃഢതയും ഇല്ലാതാവുന്നു. ഈ രീതിയിലാണ് പ്രമേഹം ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യോനിയിൽ വരൾച്ച ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ബന്ധപ്പെടുന്ന സമയത്ത് വേദന ഉണ്ടാകുന്ന ഒരവസ്ഥ വരുന്നു. അവർക്കും ഇതേപോലെ തന്നെ കൈകാൽ തരിപ്പും കടച്ചിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രമേഹം എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകുകയാണെങ്കിൽ അത് ഭാവിയിലേക്ക് കിഡ്നിയെ ബാധിക്കും, ലിവറിനെ ബാധിക്കും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രമേഹം ഉണ്ടാകുകയാണെങ്കിൽ ലൈംഗിക ശേഷി നഷ്ടപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിവിടെ ക്ലിനിക്കിൽ വരുന്ന 100 രോഗികളിൽ 10 രോഗികളെങ്കിലും ഇവിടെ നിന്നാണ് അവർക്ക് പ്രമേഹമുണ്ടെന്ന് അറിയുന്നത്. അവർ വെറും ലൈംഗിക ശേഷിക്കുറവായിട്ടാണ് വരുന്നത്. പക്ഷെ അവർക്ക് 2-3 വർഷം മുമ്പോ പ്രമേഹം ഉണ്ടായിട്ടുണ്ടാവാം. അവരത് അറിയുന്നേയില്ല. അവർ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നു. അതായത് സാധാരണ പ്രമേഹത്തിൻ്റെ ലക്ഷണമാണല്ലോ, അതായത് കൂടുതൽ വെള്ളം കുടിക്കുക, കൂടുതൽ മൂത്രം പോവുക, ക്ഷീണം അനുഭവപ്പെടുക. ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇത് സ്വാഭാവികമാണെന്ന് അവർ കരുതുകയും അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയും ചെയ്യും. ലൈംഗിക ശേഷിക്കുറവാകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ മാത്രമല്ല, അതായത് ദമ്പതികളെ ബാധിക്കുന്നതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തൻ്റെ പാർട്ട്ണർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും രണ്ടുപേരും കൂടെ വരുമ്പോൾ ഇവിടുന്ന് പരിശോധനകളെല്ലാം നടത്തുമ്പോഴാണ് അതായത് സ്വാഭാവികമായിട്ട് അവർക്ക് പ്രമേഹം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം അവരുടെ പ്രമേഹത്തിൻ്റെ ചികിത്സ ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും നിയന്ത്രിച്ച് പോകാവുന്നതും അബദ്ധ ചികിത്സകളിലേക്ക് പോകാതിരുന്നാൽ നമുക്കത് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതും, അതുകൂടാതെ മറ്റ് അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമുക്ക് നോക്കാൻ കഴിയുന്ന ഒന്നാണ്. വ്യായാമം വേണം, ആഹാര നിയന്ത്രണം വേണം, മരുന്ന് കഴിക്കണം. ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചാൽ കിഡ്നി പോകുന്നു ധരിക്കുന്ന കുറേ പമ്പര വിഡ്ഢികളുണ്ട്. അതുകൊണ്ട് അവർ പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിക്കില്ല. മരുന്ന് കഴിക്കാതിരുന്ന് പ്രമേഹം കൂടുമ്പോഴാണ് കിഡ്നി പോകുന്നത്. ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ഡോക്ടർമാർക്ക് പോലും അറിയില്ല. കാരണം ഇത് പല മീഡിയകളിൽ നിന്നും പല കൂട്ടുകാരിൽ നിന്നും പലരും കുറച്ചുകൂടെ വിദ്യാഭ്യാസം ഉള്ള വ്യക്തികളിൽ നിന്നും ഇത്തരം ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പ്രമേഹം വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു അസുഖമാണ്. അത് വന്നു കഴിഞ്ഞാൽ ലൈംഗിക ശേഷി മാത്രമല്ല ജീവിതം തന്നെ തകരാറിലാക്കും. അതുകൊണ്ട് ശരിയായ ചികിത്സ, ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ നൽകുക. അതല്ലാതെ അബദ്ധം ജടിലമായ കുറേ ചികിത്സകളുണ്ട്. ഇൻസുലിൻ പച്ച, ആ മരത്തിൻ്റെ വേര് മതി, ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഇതൊക്കെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ അതായത് ഒരു പരിധിവരെ അതായത് ചതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചികിത്സ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും, മറ്റ് അസുഖങ്ങൾ വരാതിരിക്കുവാനും സാധിക്കും. ഡോക്ടറെ, നമ്മുടെ ഞരമ്പുകളുടെ അതായത് നെർവ്സിൻ്റെ ഒക്കെ പ്രവർത്തനം എങ്ങനെയാണ് ലൈംഗിക ശേഷിനെ ബാധിക്കുന്നത്? അത് നേർവെന്ന് ചോദിച്ചത് നന്നായി. അല്ലെങ്കിൽ ജനങ്ങൾക്ക്, അതായത് മലയാളത്തിലൊരു വലിയ പരാജയമുണ്ട്. ഞരമ്പെന്ന് ഉദ്ദേശിക്കുമ്പോൾ രക്തക്കൊള്ളുകൾക്കും ചിലർ തെറ്റിദ്ധരിക്കുന്നത് ഞരമ്പെന്നാണ്. അതായത് ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ഞരമ്പെന്നുള്ളത് തലച്ചോറിൽ നിന്ന് സൂക്ഷ്മനാഡി വഴിക്ക് വന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലേക്ക് നൽകുന്ന നേർവുകളാണ്. ആ നേർവുകളിൽ 2-3 രീതിയിലുണ്ടത്. അതായത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ഉണ്ട്, അതിൽ പാരാസിമ്പത്തറ്റിക്കും സിമ്പത്തറ്റിക്കും ഉണ്ട്. അതൊക്കെ വലിയ കാര്യങ്ങൾ. അതിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഞരമ്പുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ടെലിഫോൺ കേബിൾ പോലെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ആ കേബിളിന് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പ്രവർത്തനം നടക്കാതാവും. അപ്പോൾ തലച്ചോറിൽ നിന്നൊരു സിഗ്നൽ ഒരു പുരുഷനോ സ്ത്രീയെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ കാണുമ്പോഴോ അവർക്ക് ലൈംഗികത ഉടലെടുക്കുന്നുണ്ട്. ആ ലൈംഗികത ഉടലെടുക്കുമ്പോൾ പുരുഷൻ്റെ ലിംഗം ഉയർന്നു വരുന്നു, സ്ത്രീയുടെ യോനിയിൽ നനവുണ്ടാകുന്നു, അവരുടെ മാരട ഉയർന്നു മുമ്പോട്ട് വരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് തലച്ചോറിൽ നിന്ന് നേർവ്, അതായത് ഞരമ്പുകൾ സിഗ്നലുകൾ അങ്ങോട്ട് നൽകുന്നതുകൊണ്ടാണ്. ഈ സിഗ്നലുകൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാകുകയാണെങ്കിൽ ലൈംഗിക ശേഷി നഷ്ടപ്പെടും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അതായത് പ്രമേഹത്തിൻ്റെ ഒരു പ്രശ്നമാണത്. അതുകൂടാതെ തന്നെ ചില രീതിയിലുള്ള ഞരമ്പുകളുടെ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് ഒരു ഉദാഹരണം ഞാൻ പറയാം.
ഈ ഡിസ്ക് തേയ്മാനം ഉണ്ടാകുക, അപ്പോൾ സ്പൈനൽ കോഡ് അമർന്നു പോകുക. അത്തരം വ്യക്തികൾക്ക് ലൈംഗികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്, ഞരമ്പുകളുടെ പ്രശ്നമാണ്. പിന്നെ ഞരമ്പുകളെ ബാധിക്കുന്ന ചില ഡീമൈലിനേഷൻ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതും തീർച്ചയായിട്ടും ലൈംഗിക ശേഷിക്കുറവിലേക്ക് പോകാറുണ്ട്. ഇങ്ങനെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഞരമ്പിനുള്ള ചികിത്സ നൽകേണ്ടത് ആവശ്യമാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഗുളിക പോയി വാങ്ങിക്കഴിക്കുകയോ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. എന്താണ് കാരണം, അതാണ് നാം കണ്ടുപിടിക്കേണ്ടത്. ആ കാരണത്തിനനുസരിച്ചുള്ള ചികിത്സയാണ് നൽകേണ്ടത്. പക്ഷെ ഇന്ന് നാം മിക്കവരും നമുക്കൊന്നിനും സമയമില്ല. തളിയമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ പോവുകയാണെങ്കിൽ ഒരു കയ്യിൽ ആക്സിലേറ്ററും കൊടുക്കും, മറ്റേ കയ്യിൽ സല്യൂട്ടും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ജനം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ പെട്ടെന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്ന ഒരു ഗുളിക, ലൈംഗിക ശേഷിക്കുറവ്, അവർ 10-25 രൂപ വാങ്ങിയിട്ട് ഒരു ഗുളിക കൊടുക്കും, താൽക്കാലികമായിട്ടുള്ള ശമനം ഉണ്ടാവും. പനിക്ക് പാരസെറ്റമോൾ കഴിക്കുന്ന പോലെ മാത്രമാണത്. ഇപ്പം ഞരമ്പിൻ്റെ പ്രശ്നമാണോ, രക്തക്കോളിൻ്റെ പ്രശ്നമാണോ, ഹോർമോണിൻ്റെ പ്രശ്നമാണോ, അതോ മറ്റ് അവയവങ്ങളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നമാണോ, ഇതൊക്കെയാണ് നാം കണ്ടുപിടിക്കേണ്ടത്. കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ അതായിരിക്കും എപ്പോഴും നല്ലത്. ഡോക്ടറെ, അതുപോലെ തന്നെ പ്രഷറുള്ള ആൾക്കാരിൽ ലൈംഗികത കുറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? അല്ല, പ്രഷറുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതിലാദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കിണറ്റിലൊരു മോട്ടോർ ഫിറ്റ് ചെയ്തു, അതിന് നല്ലവണ്ണം പമ്പ് ചെയ്ത് വെള്ളം പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ആ പൈപ്പ് വഴിക്ക്. അപ്പോൾ ഒന്ന് മോട്ടറിൻ്റെ കപ്പാസിറ്റി കുറയുക, അങ്ങനെയാണെങ്കിൽ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വരുന്നത് കുറവായിരിക്കും. ഇവിടെ പ്രശ്നം ഉണ്ടാകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടല്ല പ്രശ്നം ഉണ്ടാവുന്നത്, രക്തക്കൊള്ളുകൾ വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് വളരെ സ്പീഡിലടിക്കണം. അങ്ങനെയൊക്കെ ചില ഇപ്പോൾ നമ്മളൊരു ഓടുകയോ ഒന്ന് ഭയപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രഷർ പെട്ടെന്ന് കൂടുന്നതായി കാണാം. അത് വേറൊരു കാര്യം. അതല്ലാതെ രക്തക്കൊള്ളുകളെ സംബന്ധിച്ചിടത്തോളം അതവിടെ ജന്മനാ നമുക്കുള്ളൊരു സംഗതിയാണ്. അത് പ്രായം കൂടുന്തോറും അതിൻ്റെ ഇലാസ്തികത കുറയും, അത് വികസിക്കാനും ചുരുങ്ങാനുമുള്ള കപ്പാസിറ്റി കുറയും. അങ്ങനെ വികസിക്കാനും ചുരുങ്ങാനുമുള്ള കപ്പാസിറ്റി കുറയുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്, ഹാർട്ടിൽ നിന്ന് വരുന്ന ആ പമ്പിങ് അതേ രീതിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇതിന് വികസിക്കാൻ കഴിയാതെ വരുമ്പോൾ പ്രഷർ അനുഭവപ്പെടും. ഇനി പ്രഷർ അനുഭവപ്പെടുക എന്ന് പറയുന്നത് ഒരു പ്രായപരിധി കഴിയുമ്പോൾ രക്തക്കൊള്ളുകളിലെ അതായത് തനിമ നഷ്ടപ്പെടുന്നതുകൊണ്ടാണെന്ന് നമുക്കങ്ങ് സിമ്പിളായിട്ട് പറയാം. അങ്ങനെ തനിമ നഷ്ടപ്പെടുന്നതോടുകൂടി ഈ രക്തക്കൊള്ളിൻ്റെ ഉൾപ്പാളി പൊട്ടാൻ തുടങ്ങും പ്രഷർ അനുഭവപ്പെടുമ്പോൾ. എൻഡോത്തീലിയം എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ആ ഉൾപ്പാളി പൊട്ടുന്നതോടുകൂടി അവിടെ ഇടയ്ക്കിടയ്ക്ക് ആ പൊട്ടിയ സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ വീണ്ടും പ്രഷർ കൂടുക ചെയ്യുക. അപ്പോൾ പ്രഷറിനെ സംബന്ധിച്ചിടത്തോളം പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ രക്തോട്ടം കുറയും, അതുകൊണ്ട് തന്നെ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളുകൾ വളരെ ചെറുതാണ്, അവിടെ പ്രഷർ ബാധിക്കുകയാണെങ്കിൽ അതിലേക്ക് പ്രഷർ ഉണ്ടാകുമ്പോൾ ഈ രീതിയിലുള്ള എൻഡോത്തീലിയം പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് രക്തം എത്താതെ വരും. അതുകൊണ്ടാണ് പ്രഷറുള്ളവർക്ക് ഇത് വരുന്നത്. പിന്നെ പ്രഷറുള്ളവർക്ക് മറ്റ് അവയവങ്ങൾക്കും ഇപ്പോൾ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാവാം. അതുപോലെ പ്രഷർ കൂടുന്തോറും ഹാർട്ടിന് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് കുറയാം. അങ്ങനെ പല പ്രശ്നങ്ങളും അതിനകത്തുണ്ട്. അതുകൂടാതെ പ്രഷറുള്ളവർക്ക് എന്നാണെന്ന് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട്, ഇറിറ്റേറ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കാണാറുണ്ട്. ഡോക്ടർ, ഈ പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളൊക്കെ ലൈംഗിക ശേഷിനെ വല്ലാതെ ബാധിക്കാറുണ്ട്, കുറവ് വരാറുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് വീണ്ടെടുക്കാൻ കഴിയുക? നമ്മൾ ഈ കാര്യമൊന്ന് നേരത്തെ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിരുന്നു. അതായത് ഞാനതിന് ജീവിതശൈലി രോഗങ്ങൾ എന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളയില്ല എന്ന് ഞാൻ പറഞ്ഞു. ജനിതകമായിട്ടുള്ള ഒരു ഘടകം കൂടി അതിനകത്തുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ജീവിതശൈലി അങ്ങനെ ആവുന്നതുകൊണ്ട് ഇത് വരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒബീസിറ്റി, അതായത് അമിതവണ്ണമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജനിതകമായിട്ടുള്ളൊരു ഘടകം ഉള്ളതുകൊണ്ടാണ് അയാൾക്ക് അമിതവണ്ണം വരുന്നത്. ആ അമിതവണ്ണം വരുന്ന വ്യക്തി ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ വണ്ണം കുറയ്ക്കാൻ കഴിയും. ആഹാരത്തിൽ നിയന്ത്രണം വരുത്തുക, വ്യായാമം ചെയ്യുക, അങ്ങനെയുള്ള അതിനും ലിമിറ്റേഷൻസ് ഉണ്ട്, അതിന് പരിധിയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങളും, പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, അതുപോലെ ഒബീസിറ്റി, അതായത് അമിതവണ്ണം, ഇങ്ങനെയുള്ള രോഗങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രക്തക്കൊള്ളുകളെ, പ്രധാനമായും രക്തക്കൊള്ളുകളെ അത് ബ്ലോക്കാക്കുന്നു. ഈ രക്തക്കൊള്ളുകളെ ബ്ലോക്കാക്കുമ്പോൾ ലിംഗത്തിലേക്കുള്ള രക്തം വേണ്ടത്ര എത്താതെ വരുന്നു. അതിന് ലിംഗത്തിന് ഉയരാൻ കഴിയാതെ അവസ്ഥ വരുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യോനിയിലേക്കുള്ള രക്തത്തിന് തടസ്സം ഉണ്ടാകുന്നു. അതുപോലെ ലൂബ്രിക്കേഷൻ ഇല്ലാതാവുന്നു. ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ചികിത്സിക്കാമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു, ജനിതകം നമുക്ക് മാറ്റിയെടുക്കാൻ എളുപ്പമല്ല. അപ്പം നമ്മൾ മുൻകൂട്ടി കാണുക, എൻ്റെ പിതാവിന് ഇന്ന അസുഖമാണോ വന്നിരുന്നത്, എൻ്റെ മാതാവിന്, എൻ്റെ അമ്മാവന്മാർക്ക്,
അവർക്കൊക്കെ സഹോദരന്മാർക്ക് എന്തെല്ലാം അസുഖങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ചാർട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതിന് ഡോക്ടർമാരുടെ അടുക്ക പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്നാ വെച്ചാൽ അച്ഛന് ഹാർട്ട് അറ്റാക്കുള്ള വ്യക്തിക്ക്, അച്ഛന് സ്ട്രോക്കുള്ള വ്യക്തിക്ക് മകന് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത, അച്ഛന് ഏകദേശം ഏത് പ്രായത്തിലാണ് സ്ട്രോക്ക് വന്നിരുന്നത്? അച്ഛന് വന്നിരുന്നത് 60-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ മകനും ചിലപ്പോൾ 50 മുതൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കണം. അച്ഛൻ നല്ലവണ്ണം പാടത്തും വരമ്പത്തും പണിയെടുക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അച്ഛൻ 70 വയസ്സായപ്പോഴാണ് സ്ട്രോക്ക് വന്നത്. ഇതാ ഇവിടെ കിടക്കുന്നു. മോൻ എന്നാച്ചൻ്റെ കമ്പ്യൂട്ടറിന് മുൻപിലിരുന്ന് ഇത് ചെയ്യുന്നേ ഉള്ളൂ. മാത്രമല്ല ശരീരം അനങ്ങുന്ന ഒരു പണിയും ചെയ്യുന്നില്ല. അപ്പോൾ ചിലപ്പോൾ 40 വയസ്സിൽ സ്ട്രോക്ക് വരാം. അപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നത് ആ കറക്റ്റ് ഏജിലല്ലല്ലോ വരിക. അവിടെയാണ് ഇതിന് ജീവിതശൈലി എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിലെ ആ ശൈലി മാറ്റുന്നതിന് നാം ഇന്നിപ്പോൾ വളരെയധികം പണം മുടക്കിയിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്ത് ആ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി ഇതിനകത്ത് അച്ഛനും അമ്മയൊക്കെ പണ്ട് പാടത്ത് പണിയെടുത്തതിന് തുല്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലേക്ക് വരാൻ കഴിയുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന രോഗങ്ങളായിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏത് രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും? ഒന്ന്, ഇത് വരാനുള്ള സാധ്യത മുൻകൂട്ടി കാണുക. 2, അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കുക. അത് ലൈംഗിക ശേഷി ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ തകരാറ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അസുഖം വരുന്നതിൻ്റെ ആദ്യത്തെ മണി മുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനുള്ള ലാബറട്ടറി പരിശോധന, ശാരീരിക പരിശോധന എല്ലാം നടത്തുക. അത് നടത്തിയതിന് ശേഷം ഇന്ന അസുഖമാണ് വരാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ചികിത്സയിലേക്ക് പോവുക. അതല്ലാതെ ചികിത്സ എന്ന് ഞാൻ ഉദ്ദേശിച്ച് വെറും മരുന്നല്ല കേട്ടോ. അതായത് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അത് എനിക്ക് ദുഃഖകരമായ ഒരവസ്ഥ തന്നെ വെച്ചാൽ ഫാദറും മദറും ഒന്നും, അതായത് അവരുടെ രക്ഷിതാക്കൾ സിഗരറ്റ് വലിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന വ്യക്തികളായിരിക്കില്ല. അതേസമയത്ത് ഈ ചെറുപ്പക്കാർ സിഗരറ്റൊക്കെ വലിക്കുന്ന ഒരു വ്യക്തികളാകുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ നേരത്തെ ഇത്തരം അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്, വളരെ നേരത്തെ. ഇതൊക്കെയാണ് മുൻകൂട്ടി കാണേണ്ടത്. അതിൽ തന്നെ ലൈംഗിക ശേഷിക്കുറവ് ആദ്യത്തെ സൂചനയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുപോലെ ഡോക്ടറെ, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന മരുന്നുകളുണ്ടല്ലോ, അത് ലൈംഗിക ശേഷിനെ മോശമായിട്ട് ബാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ചില മരുന്നുകൾ, അതായത് ഇപ്പോൾ നമ്മൾ പ്രഷറിന് കഴിക്കുന്ന ആറ്റനോൾ, അതായത് ബീറ്റാ ബ്ലോക്കേഴ്സ്, അത് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ട്. അത്തരം മരുന്നുകൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരമുള്ള മരുന്നുകൾ കഴിച്ച്, അതായത് വേറെ മരുന്ന് അവൈലബിളാണ്, ലഭ്യമാണ്, അങ്ങനെയുള്ള മരുന്നുകൾ കഴിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് അതുവഴിക്ക് ഉണ്ടാവില്ല. പിന്നെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രമേഹത്തിന് നമ്മൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന മരുന്ന്, ഇപ്പോൾ കൊളസ്ട്രോളിന് കഴിക്കുന്ന ചില മരുന്നുകളിൽ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാമെന്ന് പണ്ടൊരു പഠനം നടത്തിയതിൽ അതിൻ്റെ റിസൾട്ട് അങ്ങനെയാണ് കിട്ടിയത്. വീണ്ടും വീണ്ടും പഠനം നടത്തിയപ്പോൾ കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾക്ക് അത്ര പ്രശ്നമില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇതിലും ജീവിതശൈലി രോഗങ്ങളിൽ നമ്മൾ ശരിയായ വ്യായാമം ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കതുകൊണ്ട് മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ കഴിയും. മരുന്നുകൾ കഴിയുന്നതും ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ആ നിർദ്ദേശം അനുസരിച്ച് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഏതെങ്കിലും, ഞാൻ ഉദാഹരണം പറയാം, ഇപ്പോൾ CBC വാര്യർ എന്ന് പറയുന്ന ഡോക്ടറൊക്കെ മരിച്ചിട്ട് കാലം കുറച്ചായി. പക്ഷേ എൻ്റെയൊക്കെ ഗുരുനാഥനാണ്. അദ്ദേഹമൊക്കെ എഴുതിയ പ്രിസ്ക്രിപ്ഷനുമായിട്ട് ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ മരുന്ന് കിട്ടും. അതിൽ ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ഏത് 10-20 വർഷം മുമ്പ് മരിച്ച ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് വന്നാൽ, ഇപ്പോൾ രാമമൂർത്തി സാറൊക്കെ എഴുതിയ മരുന്ന് വേണമെങ്കിൽ ഇപ്പോഴും വാങ്ങി ഞാൻ തരാം, അങ്ങ് ചെന്നാൽ മതി. ആ ലെവലിലാണ് നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിന് അങ്ങനെ ഒരു തകരാറുണ്ട്. അപ്പോൾ ആ മരുന്ന് ഇങ്ങനെ ഡോക്ടർ മരിച്ചിട്ട് 10-20 വർഷമായി, എന്നാലും അതേ മരുന്ന് തന്നെ ഇങ്ങനെ കഴിച്ചു പോകുന്നത് ഒരു നല്ല പ്രവണതയല്ല. പ്രഷറും പ്രമേഹമൊക്കെ ഉള്ള രോഗികൾ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും, എൻ്റെ അഭിപ്രായത്തിൽ 6 മാസമെങ്കിലും ചെയ്യണം, വർഷത്തിലൊരിക്കലെങ്കിലും എല്ലാ പരിശോധനകളും നടത്തി ഡോക്ടറെ കണ്ട് അതിൻ്റെ മാറ്റങ്ങൾ എന്ത് വരുത്തണം എന്നുള്ളത്. ഒരു വണ്ടി വാങ്ങിയാൽ പോലും നമ്മളൊന്ന് വർഷത്തിലൊരിക്കൽ സർവീസ് ചെയ്യില്ലേ? ഡോസേജിന് മാത്രമല്ല, ഡോസേജിന് മാറ്റം വരും എന്നുള്ള ഉറപ്പ്, ഡോസേജിന് മാത്രമല്ല ആ കെമിക്കൽ തന്നെ ചിലപ്പോൾ എന്നാ വെച്ചാൽ ഇദ്ദേഹത്തിന് പ്രയോജനം ഉണ്ടാക്കാത്ത രീതിയിലായി പോകും. അതായത് അന്ന് കഴിക്കുന്ന കെമിക്കൽ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടാവും. മാത്രമല്ല അതിനേക്കാളും നല്ല മെഡിസിൻസ്
20 വർഷം മുമ്പുണ്ടായിരുന്ന എത്രയോ മരുന്നുകൾ ഇന്ന് കിട്ടാനേ ഇല്ല. ഇല്ല. ആ മരുന്നുകളൊക്കെ മാറിയിട്ട് അതിൻ്റെ പുതിയ ജനറേഷൻ വന്നിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഡിസഡ്വാൻറ്റേജ് മാറി, അതായത് പ്രതിപ്രവർത്തനം ഇല്ലാത്ത മരുന്നുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കാലഘട്ടം മാറിയാലും ശരി, ഞാൻ ഈ എന്നാ CMC വാര്യർ സാറിൻ്റെയും രാമൂർത്തി സാറിൻ്റെയും പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങുന്നത് ദൃഢപ്രതിജ്ഞ ചെയ്താൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാലം മാറുമ്പോൾ അല്ല നമ്മളെല്ലാം വെച്ചിട്ട് എല്ലാത്തിനും ഒരു മാറ്റത്തിന് തയ്യാറാവണം. ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ സമാധാനത്തിന് അവർ മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അവരുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ വഴിക്ക് അതൊരു ഹാർട്ട് അറ്റാക്കായി മാറുമ്പോൾ മാത്രമേ അവരിതിൻ്റെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കുകയുള്ളൂ. അത് വിദ്യാഭ്യാസമുള്ള ചില വ്യക്തികളും ഈ പ്രവണത ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡോക്ടറെ, ഡിപ്രഷൻ അഥവാ ഈ വിഷാദരോഗം എങ്ങനെയാണ് ലൈംഗികതയെ ബാധിക്കുന്നത്? ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിരുന്നു, എല്ലാ സംവിധാനങ്ങളും തയ്യാറായാൽ മാത്രമേ നമുക്ക് ലൈംഗികത ഉണ്ടാവുള്ളൂ. ദുഃഖം ഉണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ, ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയം ഉണ്ടെങ്കിൽ നമുക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയില്ല. അത് സ്ത്രീക്കാവട്ടെ പുരുഷനാവട്ടെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. അപ്പം തലച്ചോറിൽ നിന്ന് ഒരു സിഗ്നല് താഴോട്ട് എത്തേണ്ടതുണ്ട്. ആ തലച്ചോറിൽ നിന്നുള്ള സിഗ്നൽ എത്തണമെന്നുണ്ടെങ്കിൽ വിഷാദരോഗമുണ്ടെങ്കിൽ ആ സിഗ്നൽ താഴോട്ട് വരില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നെർവ്സിൻ്റെ കാര്യം അത്. അപ്പോൾ ഞരമ്പുകൾ വഴിക്ക് അത് വരാത്തിടത്തോളം കാലം എത്ര ഹോർമോൺ ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര രക്തക്കൊള്ളു വികസിച്ചിരുന്നിട്ടും കാര്യമില്ല. ലിംഗത്തിലേക്ക് രക്തം എത്തിക്കണമെന്നുണ്ടെങ്കിൽ മോളിൽ നിന്നുള്ള സിഗ്നൽ വരണം. ഈ സിഗ്നൽ വരാതിരിക്കാൻ വിഷാദരോഗത്തെ പോലെ അതായത് ഉതകുന്ന മറ്റൊരു അസുഖമില്ല. അപ്പോൾ വിഷാദരോഗം ഉണ്ടാകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ചികിത്സ ആവശ്യമാണ്. ആ ചികിത്സ കഴിഞ്ഞാൽ മാത്രമേ ലൈംഗികതയിലേക്ക് വരാൻ കഴിയുള്ളൂ. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണമില്ലാതെ വിഷാദരോഗം ഉണ്ടാകുന്നതായി കാണാം. ഇങ്ങനെ വിഷാദരോഗം ഉണ്ടാകുന്ന വ്യക്തികൾക്ക് അവർക്ക് ലൈംഗികതയോട് താല്പര്യം ഉണ്ടാവില്ല, ലൈംഗികമായിട്ട് അവർക്ക് ബന്ധപ്പെടാൻ കഴിയില്ല. അവരിങ്ങനെ വിഷാദമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ചികിത്സിക്കുകയില്ല. ശരിക്കും വിഷാദരോഗം ചികിത്സിക്കുകയാണെങ്കിൽ ലൈംഗികത മാത്രമല്ല അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റും. പിന്നെ നല്ല ലൈംഗികത വിഷാദരോഗം ഇല്ലാതെയാക്കുകയും ചെയ്യും. അതാണ് അതിനകത്ത് ഗുണം. ഡോക്ടറെ, അതുപോലെ ജീവിത പങ്കാളിയുടെ പ്രവർത്തന രീതികളും അവർക്കുണ്ടാവുന്ന അസുഖങ്ങളൊക്കെ ലൈംഗികത ബാധിക്കാറുണ്ടോ? ഇത് വാർദ്ധക്യകാലത്താണെങ്കിൽ തീർച്ചയായിട്ടും അത് ബാധിക്കും. ആ സമയത്ത് അല്ല, നല്ല പ്രായത്തിലും ബാധിക്കും. എന്നിരുന്നാലും ശരി, വാർദ്ധക്യകാലത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ജീവിത പങ്കാളിയിൽ ഇപ്പോൾ പുരുഷന് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടുന്നു. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ നടക്കാതെ വരുന്നു. സ്വാഭാവികമായിട്ടും എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു നിരാശയിലേക്ക് പോയും വീണ്ടും അവർക്ക് ലൈംഗികത ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയും കണ്ടുവരുന്നുണ്ട്. നമ്മുടെ അതായത് കടയിൽ പോയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്രമേണ ലൈംഗികത നശിച്ചു പോകുന്നതായി കാണാം. പിന്നെ ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് അർബുദം ബാധിച്ചിരിക്കുന്നു. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് സ്ഥാനാർബുദം, പിന്നെ ഗർഭപാത്രത്തിൻ്റെ സംബന്ധം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അർബുദം ബാധിച്ചില്ലേ. ഈ അസുഖം ഇതൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇണയോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ലൈംഗികത ഇല്ലാതായി പോവുകയും പിന്നെ ലൈംഗികമായിട്ടുള്ള ഒരു മരവിപ്പ് വരുന്ന ഒരവസ്ഥയുണ്ട്. എല്ലാ വ്യക്തികളിലും അല്ല കേട്ടോ. ചിലർക്ക് ഏത് അസുഖം വന്നാലും വേണ്ടില്ല, ലൈംഗികത മാത്രം മതി എന്നും പറഞ്ഞ് നടക്കുന്ന ചില വ്യക്തികളുമുണ്ട്. എന്നിരുന്നാലും സ്വാഭാവികമായിട്ടും ഒരു മഹാഭൂരിപക്ഷം വ്യക്തികളിലും ദമ്പതികളിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി, അവരുടെ പ്രവർത്തന രീതി, ചിലത് നിരന്തരം വഴക്കുണ്ടാക്കുന്ന ചില ദമ്പതികളെ കാണാം. അവരിൽ ലൈംഗികത ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനെങ്കിലും ഈ വയസ്സുകാലത്ത് കൂടുതലായിട്ട് കാണാറുണ്ട്. എല്ലാത്തിനും ഒരാളെ പഴിചാരുക. ഇപ്പം അങ്ങനെ പഴിചാരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് ലൈംഗികത ഇല്ലാതെയായി. അതുകൊണ്ട് പ്രവർത്തനം, രണ്ടു കൂട്ടരുടെയും ഇൻറ്റിമസി, ദാമ്പത്യമെന്ന് പറയുന്നത് ക്ഷമിക്കുക, പൊറുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങൾ അതിൻ്റെ അനിവാര്യതയാണ്. അങ്ങനെ പോയാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതില്ലാത്ത ഒരവസ്ഥയിൽ ലൈംഗികത ഇല്ലാതെയാവും. ഡോക്ടറെ, ഈ ഹൃദ്രോഗമൊക്കെയുള്ള ആൾക്കാർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമോ? ഇതൊരു നല്ല ചോദ്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദ്രോഗമുള്ള വ്യക്തികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കഠിനമായ ഹൃദ്രോഗമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല, ഏർപ്പെടരുത്.
കഠിനമായ ഹൃദ്രോഗം. അതേസമയത്ത് നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, അല്ലെങ്കിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്തു, പേസ് മേക്കർ വെച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് അവർക്ക് ബന്ധപ്പെടാം. അപ്പോൾ ഏത് രീതിയിൽ, അവിടെയാണ് ചോദ്യം. അവർക്ക് ഇതിനുള്ള ക്ഷമതയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾക്കൊന്നും പോകണ്ട. ഒരു 2 നില കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് സ്വാഭാവികമായിട്ട് നടന്നു കയറാനും അത് താഴോട്ട് ഇറങ്ങി വരിക, അങ്ങനെ ഒരു 2 തവണ ഇറങ്ങുകയും കയറുകയും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അവർക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കിതപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു എക്സസൈസ് ആണല്ലോ. ആ എക്സസൈസിൽ അതിനിപ്പോൾ ഞങ്ങൾ വിളിക്കുന്നത് സെക്സർസൈസ് എന്നാണ്. ആ സെക്സർസൈസ് കൊണ്ട് ഒത്തിരി ഗുണങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എക്സസൈസ് ചെയ്യുമ്പോൾ അവർ മുൻകരുതൽ എടുക്കുന്ന പോലെ സോർബിട്രേറ്റ് ഗുളിക, അതുപോലെ തന്നെ നൈട്രേറ്റ് ഗുളികകൾ ചിലർക്ക് നാവിൻ്റെ അടിയിൽ വയ്ക്കാൻ ഡോക്ടർമാർ പറയാറുണ്ട്. അപ്പോൾ ഈ കയറ്റം കയറുമ്പോഴൊക്കെ അങ്ങനെയുള്ള വ്യക്തികൾ ഈ സോർബിട്രേറ്റ് ഗുളിക പോലെയുള്ള അവർക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന ഗുളിക വെച്ച് കഴിഞ്ഞതിന് ശേഷം നാവിൻ്റെ അടിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കഴിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് നല്ലത്. ഓക്കെ, അതെല്ലാവരിലും ബാധകമല്ല. ഇനി അല്ലാത്ത വ്യക്തികൾക്കൊന്നുമില്ലാതെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. എന്നാൽ വലിയൊരു അബദ്ധമുണ്ട്. ഇവർക്ക് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നൈട്രേറ്റ് ഗുളിക കഴിക്കുന്ന ചില വ്യക്തികൾ പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറയും ബന്ധപ്പെടാനുള്ള ഒരു ഗുളിക വേണമെന്ന്. അവരവിടുന്ന് PD5 ഇൻഹിബിറ്റർ, അതായത് വയാഗ്ര പോലെയുള്ള ഗുളികകൾ കൊടുക്കും. ഈ വയാഗ്ര പോലെയുള്ള ഗുളികകൾ കൊടുക്കുമ്പോൾ അതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈട്രേറ്റിൻ്റെ ഒപ്പം അത് കഴിക്കുകയാണെങ്കിൽ, അതായത് സോർബിട്രേറ്റ് പോലെയുള്ള ഗുളികളുടെ ഒപ്പം അത് കഴിക്കുകയാണെങ്കിൽ അവരുടെ പ്രഷർ വളരെ പെട്ടെന്ന് കുറയും. അവർ ചിലപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തളർന്നങ്ങ് പോവും, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. വയാഗ്ര കണ്ടുപിടിച്ച കാലഘട്ടങ്ങളിൽ കുറേ മരണം ഉണ്ടായതിൻ്റെ പിന്നിലുള്ള പ്രശ്നം അതാണ്. അതുകൊണ്ട് ഹൃദ്രോഗമുള്ള വ്യക്തികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ എന്ന് ചോദിച്ചാൽ ഏർപ്പെടുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, അവർക്ക് ഡോക്ടറുടെ നിർദ്ദേശാനുസരണമുള്ള ലൈംഗിക ബന്ധമാകാം. അതല്ലാതെ അവർ സ്വയമായിട്ട് വയാഗ്ര വാങ്ങി കഴിക്കുന്നു, സോർബിട്രേറ്റും അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ അൺസ്റ്റേബിൾ അഞ്ചൈന എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് സ്റ്റെബിലൈസ് ചെയ്തിട്ടില്ലാത്ത അവരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം ഇതിനകത്ത് ആവശ്യമാണ്. ഒരു പരിശോധന നടത്തി ഡോക്ടർ നിർദ്ദേശിക്കും ഇന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നുള്ളത്. അതല്ല ലൈംഗിക ബന്ധം അവർക്ക് നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വാർദ്ധക്യം ബാധിച്ച ആൾക്കാർ ലൈംഗിക പ്രശ്നങ്ങളുമായിട്ട് ഡോക്ടർമാരെ എടുത്ത് ചെല്ലുമ്പോൾ അവർ നല്ല രീതിയിലല്ല, പോസിറ്റീവായിട്ടല്ല റിയാക്ട് ചെയ്യാറെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡോക്ടേഴ്സ്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ ഒരു മനസ്ഥിതി മാറേണ്ട സമയം കഴിഞ്ഞു. അതായത് മൊത്തം സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണല്ലോ ഡോക്ടർമാരുള്ളത്. വാർദ്ധക്യത്തിൽ ഉള്ള വ്യക്തികൾക്ക് ലൈംഗികത ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് സമൂഹത്തിൽ കൂടുതലുള്ളത്. അവർക്ക് ലൈംഗികത ഗുണം ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞു. മാത്രമല്ല അവരുടെ ആയുസ് വർദ്ധിപ്പിക്കാനും നല്ലതാണ്. ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറിവ് ആ കാര്യത്തിൽ ഈ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നോ. ഇപ്പോൾ ലൈംഗികമായി എനിക്ക് 70 വയസ്സായ ഒരു വ്യക്തി എന്നിട്ട് ഒരു ഡോക്ടറോട് പറയാം, സാധാരണ ഡോക്ടറോട്, സെക്സോളജിസ്റ്റിനോടല്ല, എനിക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇനിയിപ്പോൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടാത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും വൈറ്റമിൻ ഗുളിക എഴുതി കൊടുക്കുന്നതായി കാണാം. അതേസമയത്ത് ആ ഡോക്ടർക്ക് ശരിയായ, അതായത് പരിശീലനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റഡി ക്ലാസ് ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ രീതിയിലുള്ള കംപ്ലീറ്റ് ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ നടത്തും. നിർഭാഗ്യവശാൽ നമ്മുടെ മെഡിക്കൽ കരിക്കുലത്തിൽ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, യൂറോളജിയിൽ കുറച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു രീതിയിൽ ഡോക്ടർമാരെ ഈ സെക്ഷൽ മെഡിസിൻ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, നമ്മളങ്ങ് കഴിഞ്ഞു പോയാൽ പോരെ എന്നുള്ള കാര്യം ചോദിക്കും. അത് ആ രീതിയിൽ അവർ പോസിറ്റീവായിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്. ഇന്ന് ഞങ്ങളുടെ അസോസിയേഷനൊക്കെ, അതായത് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ ഒക്കെ ഈ കാര്യത്തിൽ ഡോക്ടർമാരെ വല്ലാതെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ നൽകി വീഡിയോകളും വഴി മറ്റും ഇത് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് പരിശീലനം നൽകുന്നുണ്ട്.
ഞാനതിൻ്റെ അഖിലേന്ത്യാ ചെയർമാനാണ്. അപ്പോൾ എനിക്കറിയാം ഒട്ടനവധി ഡോക്ടർമാർ ഈ കാര്യത്തിൽ ഞങ്ങൾ മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡോക്ടർമാർക്കൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു ആവശ്യമാണ്. അത് ഇതിന് ചികിത്സയുണ്ട്. അതുപോലെ ഈ വന്നിരിക്കുന്ന അസുഖം മറ്റൊട്ടനവധി മാരക രോഗങ്ങളുടെ, അതായത് മാരക രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രമേഹത്തിൻ്റെ ആവാം, പ്രഷറാവാം, കൊളസ്ട്രോൾ ആകാം, യൂറിക് ആസിഡ് ആകാം, പാർക്കിൻസോണിസ് ആകാം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആകാം. അങ്ങനെയുള്ള ഒട്ടനവധി രോഗങ്ങളുടെ ആദ്യ ലക്ഷണമായിട്ടായിരിക്കും ചിലപ്പോൾ അത് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാ പരിശോധനകളും നടത്തി ഇന്ന അസുഖമാണ് ഇദ്ദേഹത്തിന് വരാൻ പോകുന്നതെന്ന് ആ ഡോക്ടർ മനസ്സിലാക്കുകയാണെങ്കിൽ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുണമാണത്, ആ രോഗിക്ക് മാത്രമല്ല. അപ്പോൾ ഡോക്ടർമാരുടെ കാഴ്ചപ്പാട് മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇന്നും പല ഡോക്ടർമാരും ഈ ലൈംഗിക കാര്യങ്ങളുമായിട്ട് ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്, വൈറ്റമിൻ ഇ ഗുളിക എഴുതി കൊടുക്കുന്ന പല ഡോക്ടർമാരുണ്ട്. വൈറ്റമിൻ ഇ ഗുളികയ്ക്ക് റോളില്ല എന്നുള്ളതല്ല, വൈറ്റമിൻ ഇ ഗുളിക കൊണ്ടൊന്നും ഇതിന് കാലം വളരെയധികം മാറി. നേരത്തെ സൂചിപ്പിച്ച നമ്മൾ പഴയ ഡോക്ടർമാർ എഴുതിയ പ്രിസ്ക്രിപ്ഷനുമായിട്ട് മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ അന്ന് പഠിച്ചത് എന്താണോ, അന്ന് പഠിച്ചപ്പം സെക്ഷൽ മെഡിസിൻ എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാനൊക്കെ പഠിക്കുമ്പോൾ ഗൈറ്റർ എന്ന് പറയുന്നതിൽ ഒരു 2 വരിയോ എങ്ങാണ്ടേ ഉള്ളൂ. ബാക്കി ഇതിനെക്കുറിച്ചൊന്നും എങ്ങനെയാണ് ഈ ഇറക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് വജനയിൽ ലൂബ്രിക്കേഷൻ ഉണ്ടാവണേ, ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പഠിക്കാനില്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് പഠിത്തത്തിലേക്ക് അതിലേക്ക് ആ ടെക്സ്റ്റ് ബുക്കുകൾ കാര്യങ്ങൾ ഒക്കെ വന്നത് വളരെ കാലം കഴിഞ്ഞിട്ടാണ്. മാത്രമല്ല അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതായത് മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺ അദ്ദേഹമൊക്കെ അതായത് ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ആ ഡോക്ടർ. അദ്ദേഹമൊക്കെ ഇതിൽ കുറേ വർക്ക് നടത്തിയിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള പ്രശസ്തനായ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ എ പി പിള്ള. അദ്ദേഹം 1956 ഹൈദരാബാദിൽ ഇതിനെക്കുറിച്ചൊരു കോൺഫറൻസ് നടത്തിയിരുന്നു. പിന്നെ കിൻസി, അങ്ങനെ സിഗ്മണ്ട് ഫ്രോയിഡ്, ഒത്തിരി പേര് ഇതിൽ പഠനങ്ങൾ നടത്തിയിരുന്നെങ്കിലും മെഡിക്കൽ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഇതൊരു വിഷയമായിട്ട് വന്നിട്ടില്ല, ഇന്നും വന്നിട്ടില്ല. ഇന്നും ഇതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായ കോഴ്സോ അല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ അങ്ങനെയൊന്നും പ്രോപ്പറായിട്ട് എല്ലാ കോളേജുകളിലും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ അറിവ് അത്ര ഉണ്ടാവുള്ളൂ, കാരണം അവരെ അത്രയേ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ പഠിപ്പ് വെച്ചിട്ട് അവർ ചെയ്യുന്നത് തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷിക്കാൻ കഴിയുന്ന ഒട്ടനവധി ആൾക്കാരെ, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ ഇതിലെ അസുഖങ്ങളിലേക്ക് അത് അധികരിക്കുവാൻ വേണ്ടി തള്ളിവിടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഡോക്ടർമാരുടെ ഇത് മാറ്റിയെടുക്കണം. തീർച്ചയായിട്ടും ലൈംഗികതയായിട്ട് ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന, പോസിറ്റീവായിട്ട് എടുക്കുന്ന ഡോക്ടർമാർ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയും കൂടുക തന്നെ വേണം. ഇല്ലാത്ത ഡോക്ടർമാരെ ആ രീതിയിൽ പരിശീലിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വാർദ്ധക്യകാലത്ത് സെക്ഷൽ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തുന്നത് നല്ലതാണോ? എൻ്റെ അഭിപ്രായത്തിൽ അത്ര ഒരു ഹെൽത്ത് ചെക്കപ്പ് എല്ലാ വ്യക്തികളും ഒരു 50 അല്ലെങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞാലും നടത്തണം. നമ്മൾ സാധാരണ ഇതിലൊരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നില്ലേ, അതേപോലെ ഒരു സെക്ഷൽ ഹെൽത്ത് ചെക്കപ്പ് നടത്തുക. അങ്ങനെ സെക്ഷൽ ഹെൽത്ത് ചെക്കപ്പ് നടത്തുമ്പോൾ അത് ഒട്ടനവധി കാര്യങ്ങൾ അതുവഴിക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റെന്തെങ്കിലും അസുഖങ്ങൾ അദ്ദേഹത്തിന് ബാധിച്ചിട്ടുണ്ടോ, ആ അസുഖങ്ങൾക്കുള്ള ചികിത്സ ഏത് രീതിയിലേക്ക് വരണം, അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ ഈ സെക്ഷൽ ഹെൽത്ത് ചെക്കപ്പ് വഴിക്ക് മനസ്സിലാവും. മാത്രമല്ല ഏത് രോഗമാണെങ്കിലും അത് ആദ്യം ചികിത്സിക്കുകയാണെങ്കിൽ, അതായത് തുടക്കത്തിൽ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം പ്രയോജനം ലഭിക്കും. അത് മൂർത്തീകരിച്ച് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു സെക്ഷൽ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരേണ്ടതുണ്ട്. അങ്ങനെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ എൻ്റെ സെക്ഷൽ ഹെൽത്ത് ചെക്കപ്പ് എങ്ങനെയാണ്, അതായത് എല്ലാ ഹോർമോണുകളും ചെക്ക് ചെയ്യുക, ലിംഗത്തിൻ്റെ റിജിഡിറ്റി ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബയോതെസ്മിമെട്രി ചെയ്യുക, ഞരമ്പുകളുടെ ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഈ ചെക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം ഏതെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നടത്തുക. അതുപോലെ തന്നെ ലൈംഗികതയ്ക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇത് ചെയ്യുക. അപ്പോൾ ഈ സെക്ഷൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്ന ഡോക്ടർക്ക് ഇദ്ദേഹത്തിൻ്റെ ആഹാര രീതി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ദിവസവും ബീഫ് കഴിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ ബീഫ് കണ്ടമാനം കഴിക്കുകയാണെങ്കിൽ അത് ആരോഗ്യത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ ചില കൊളസ്ട്രോളുള്ള വ്യക്തികൾ മുട്ട കഴിക്കുന്നതിൽ തെറ്റില്ല, മുട്ട സമീകൃത ആഹാരമാണെന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ മഞ്ഞ കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ കൂടും. അപ്പോൾ പാല് നല്ല ആഹാരമാണെന്ന്, പോഷകാഹാരമാണ്, പക്ഷെ പാലും ചില രീതിയിൽ അപകടം പിടിച്ച അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള ആഹാര മാറ്റമാണ് വരുത്തേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ
പോമിഗ്രാനൈറ്റ്, ഈ അനാർ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ദിവസം ഓരോന്ന് കഴിക്കുകയാണെങ്കിൽ ലൈംഗിക ആരോഗ്യത്തിന് നല്ലതാണ്. മുരിങ്ങാക്കറി, മുരിങ്ങയില, ചീരയില, അതൊക്കെ ലൈംഗിക ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ലൈംഗിക ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ആഹാര രീതി ഏതാണ്, ഇതുവരെ ഉണ്ടായിരുന്ന ആഹാര രീതി എന്താണ്, അതിലെന്തെല്ലാം മാറ്റമാണ് വരുത്തേണ്ടത്, ഇതുവരെ എത്രത്തോളം വ്യായാമം ചെയ്തിരുന്നു, അതെയോ വ്യായാമം ഒന്നും ചെയ്തിട്ടില്ല, ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെക്ഷൽ ഹെൽത്ത് ചെക്കപ്പ് വഴിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ നിർദ്ദേശങ്ങൾ ഡോക്ടർമാർക്ക് നൽകാൻ കഴിയും, ഇന്ന രീതിയിലേക്ക് പോകണം എന്നുള്ളത്. അതുകൊണ്ട് ലൈംഗികത മാത്രമല്ല, നല്ല ആരോഗ്യവും ആയുസ്സും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഡോക്ടർ, അതുപോലെ ഈ ആൻഡ്രോപോസും മെനോപോസും എന്താണെന്നൊന്ന് വിശദമാക്കി തരുമോ? ഇതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് നമ്മുടെ പ്രായം കൂടുന്തോറും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർത്തവ ചക്രത്തിൽ വ്യതിയാനം വരും, ആർത്തവ വിരാമം ഉണ്ടാവും. ഈ ആർത്തവ വിരാമമാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആർത്തവ വിരാമത്തോടു കൂടി അവർക്ക് ലൈംഗികമായിട്ടുള്ള ചില കുറവുകൾ താൽക്കാലികമായിട്ട് കാണാറുണ്ട്, വളരെ താൽക്കാലികമായിട്ട് തന്നെ. പിന്നെ അവരുടെ യോനിയിൽ നനവുണ്ടാകുന്നതിനൊരു വ്യത്യാസം വരും. അതുപോലെ ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടലിന് ചിലപ്പോൾ വേദന വന്നെന്ന് വരാം. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈസ്ട്രോജൻ എന്ന ഹോർമോൺ ലെവൽ കുറയും. അപ്പോൾ സ്ത്രീയുടെ ലൈംഗികത ഉണർത്തുന്നതിൽ ഈസ്ട്രോജൻ എന്ന ഹോർമോണുള്ള പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ്. അവരുടെ അഴകിൻ്റെയും കാരണം ഈസ്ട്രോജൻ എന്ന ഹോർമോണാണ്. മർലിൻ മൺറോയുടെ പേരാണ് ഈസ്ട്രോജൻ ഹോർമോൺ ഇട്ടിരിക്കുന്നത്. കാരണം ലോകസുന്ദരിയുടെ ആ ഒരു പേരിലാണ് ഈസ്ട്രോജൻ എന്ന പേര്, ഈസ്ട്രോജൻ ഹോർമോൺ അറിയപ്പെടുന്നത്. അപ്പോൾ ഈസ്ട്രോജൻ ഹോർമോൺ കുറയുമ്പോൾ അവർക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയാനുള്ള സാധ്യതയുണ്ട്. അതൊരു 45-50 വയസ്സിലൊക്കെയാണ് ഈ ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് തന്നെ പെരിമെനോപോസൽ എന്ന് പറഞ്ഞാൽ ഇതിനോട് അടുക്കുന്ന സ്റ്റേജിൽ ദേഷ്യം വരിക, കുട്ടികളോട് ഒച്ച ഉണ്ടാക്കുക, ഭർത്താവിനോട് ഒച്ച ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഹോർമോൺ തെറാപ്പിയൊക്കെ ഇതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതിനകത്ത് പരിപൂർണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. ഹോർമോൺ തെറാപ്പിയൊക്കെ നല്ലതാണ്. എന്നിരുന്നാലും ഇതൊരു സ്വാഭാവിക പരിണാമമാണ്. അതിൻ്റെ ആ പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും ലൈംഗികത നല്ല ശക്തിയായി തന്നെ തിരിച്ചു വരും. അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ആ മെനോപോസിൻ്റെ കാര്യത്തിൽ. പക്ഷേ ആൻഡ്രോപോസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെനോപോസ് 45-50 വയസ്സിനിടയ്ക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. പുരുഷൻ്റെ ടെസ്റ്റോസ്റ്ററോണാണ് ഹോർമോൺ, സ്ത്രീയിലും ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്. സ്ത്രീക്കും ലൈംഗികമായിട്ടുള്ള വികാരം ഉണ്ടാക്കുന്നതിലും അത് ചെയ്യുന്നതിലും എല്ലാം ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ വളരെ വളരെ അളവും കുറവിലാണ്. സ്ത്രീക്ക് അല്പം വികാരം കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി. പക്ഷേ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചക്ഷൻ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ മീശയും താടിയും വന്നിട്ട് അവളുടെ രൂപം അങ്ങ് മാറും. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഉള്ള പരീക്ഷണങ്ങൾ പോലും നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം സ്ത്രീത്വം അങ്ങ് നശിപ്പിക്കുകയാണ്. വികാരം മാത്രം പോരല്ലോ, സ്ത്രീത്വം വേണം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോസ്റ്ററോണാണ് അവരുടെ ഹോർമോൺ. ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കുറഞ്ഞ് വരുന്ന ഒരവസ്ഥ ഒരൊറ്റയടിക്ക് ഉണ്ടാകുന്നതല്ല. ഏതാണ്ട് ഒരു 30-35 വയസ്സാകുമ്പോൾ 1% വെച്ച് ടെസ്റ്റോസ്റ്ററോൺ ഇങ്ങനെ കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു പോകുമ്പോൾ ഒരു പരിധിയിലെത്തുമ്പോൾ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകാതിരിക്കുന്ന രീതിയിലേക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറയും. അതാണ് ആൻഡ്രോപോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഏജ് പറയാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് 40 ആണെങ്കിൽ മറ്റേ വ്യക്തിക്ക് 50 ആവാം, ചില വ്യക്തിക്ക് 60 ആവാം, ചിലർക്കത് 70 വരെ പോകാം. അപ്പോൾ ആൻഡ്രോപോസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പുരുഷൻ്റെ ഏത് വയസ്സിലാണ് ഏത് സമയത്താണ് സംഭവിക്കുന്നത് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. വ്യക്തിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൂടാതെ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പുരുഷന്മാരിലും ഇത് സംഭവിക്കുന്നുണ്ട്. അവരുടെ ലൈംഗിക ശേഷി ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അത് ഹോർമോൺ ലെവലായിട്ടില്ല. പക്ഷെ അതിന് നമുക്ക് ആൻഡ്രോപോസ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ആൻഡ്രോപോസ് സ്റ്റേജിലേക്ക് പോവുകയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു ഗുണമുണ്ട്. ഈ ഹോർമോൺ ലെവൽ കുറയുമ്പോൾ പ്രോസ്റ്റേറ്റിനനുസരിച്ച് മാറ്റം വരും. ചിലർക്ക് പാരമ്പര്യ ഘടകം ഉണ്ടെങ്കിൽ BPH, പ്രോസ്റ്റേറ്റിന് വീക്കം വരും. അത്തരം കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുന്നതാണ് അതിൻ്റെ ശരി. അപ്പോൾ ആൻഡ്രോപോസും മെനോപോസും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇന്ന പർട്ടിക്കുലർ ഏജിൽ സംഭവിച്ചിരിക്കും മെനോപോസ്. ആൻഡ്രോപോസ് ഏത് ഏജ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. മാത്രമല്ല ഗ്രാജുവലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇതൊക്കെയാണെങ്കിലും ആൻഡ്രോപോസും മെനോപോസും ഇല്ലാതെ ആർക്കും കടന്നു പോകാൻ പറ്റില്ല. ഇത് പരിപൂർണമായിട്ട് ലൈംഗികത ഇല്ലാതാക്കുന്ന ഒന്നല്ല, ലൈംഗികതയിൽ കുറവ് വരുത്തുക മാത്രമാണ് ചെയ്യുന്നത്. വീണ്ടും
ലൈംഗികതയ്ക്ക് ഒരൊറ്റ ഘടകം മാത്രമല്ലല്ലോ. അപ്പോൾ ലൈംഗിക ആഗ്രഹവും ലൈംഗികമായിട്ടുള്ള ഉത്തേജനമൊക്കെ ഉണ്ടാകുന്നതിന് തലച്ചോറിൽ ഉടലെടുക്കുന്ന ചിന്താഗതികൾ നല്ല രീതിയിൽ വരികയാണെങ്കിൽ വീണ്ടും ലൈംഗികമായിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും. ആൻഡ്രോപോസ് കൊണ്ടോ മെനോപോസ് കൊണ്ടോ ലൈംഗികത ഇല്ലാതാവുന്നില്ല. മാത്രമല്ല അങ്ങനെ ആകുകയാണെങ്കിൽ തന്നെ അത് ചികിത്സ വഴിക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യമാണ്. ഡോക്ടറെ, അതുപോലെ തന്നെ ഗർഭപാത്രമൊക്കെ നീക്കം ചെയ്ത സ്ത്രീകൾക്ക് ലൈംഗികമായി ബന്ധപ്പെടുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഒക്കെ എന്ന് പറയുമ്പോൾ അതായത് അതിനകത്ത് അണ്ടാശയവും കൂടെ നീക്കം ചെയ്താൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഗർഭപാത്രം മാത്രമാണ് നീക്കം ചെയ്യുന്നതെങ്കിൽ സാധാരണ രീതിയിൽ ഒരു കുഴപ്പമില്ല, ലൈംഗികത വേണ്ട രീതിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇനി ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിന് ഗർഭപാത്രം എന്ന് പറയുന്നത് ഒരാവശ്യമുള്ള സാധനമൊന്നുമല്ല. പിന്നെ ചിലർക്ക് സെർവൈക്കൽ, അതായത് ഗർഭാശയ മുഖത്തേക്ക് ലിംഗം തട്ടുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാകാറുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും ക്ലൈറ്റോറിസും അതുപോലെ തന്നെ യോനിയും ഒക്കെ ഇൻടാക്റ്റ് ആയിട്ടിരിക്കുന്നിടത്തോളം കാലം അവർക്ക് നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും. ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയുന്നൊന്നുമില്ല. എന്നാൽ ഇവിടെയാണ് പ്രശ്നം. ചിലർ പറയും ഗർഭപാത്രം എടുത്തു കഴിഞ്ഞാൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല, ലൈംഗികത നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്ത ആ രീതിയിൽ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം അവർക്ക് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാവില്ല. ഉത്തേജനം എന്ന് ഉദ്ദേശിക്കുന്നത് ലൂബ്രിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതേസമയത്ത് ഇതിനെക്കുറിച്ചുള്ള ശരിയായ ബോധവൽക്കരണം ആ സ്ത്രീക്ക് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് നൽകുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ സാധാരണ രീതിയിൽ നമ്മുടെ ഇന്നത്തെ സിസ്റ്റത്തിൽ ഡോക്ടർമാരാവട്ടെ അല്ലെങ്കിൽ അവർക്ക് കെയർ കൊടുക്കേണ്ട ഹെൽത്ത് സ്റ്റാഫ് ആവട്ടെ ഈ ലൈംഗിക കാര്യങ്ങളിൽ എന്തെല്ലാം മാറ്റം വരുമെന്നോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇത് ചെയ്യുന്നില്ല. ഞാനൊരു കാര്യം പറയാം. ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം പ്രസവത്തിന് വേണ്ടിയിട്ട് വരുന്ന പല സ്ത്രീകളോടും അവർ പറയാത്തൊരു കാര്യമുണ്ട്. അതായത് 10,000-1 സ്ത്രീ എന്തായാലും ശരി മരണപ്പെടും. ഒന്നിൽ രക്തസ്രാവം കൊണ്ട് മരണപ്പെടാം, അല്ലെങ്കിൽ അമ്നിയോട്ടിക് എംബോളിസം കൊണ്ട് മരണപ്പെടാം. പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നടന്നു പോയ ഇതിന് പോയതാണ്, പ്രസവത്തിന് പോയ ഒരു സ്ത്രീയാണ് അതായത് മൃതദേഹമായിട്ട് തിരിച്ചു വരുന്നത്. ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ മുൻകൂട്ടി ഈ 10,000 പേരെയും ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം അത് ശരിക്കും ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഒരു പരാജയമാണ്. അത് ബോധവൽക്കരിച്ചിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് അതിപ്പോൾ എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയില്ല, എത്ര വിദഗ്ധനായ ഡോക്ടറാണെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു പ്രസവത്തിനൊക്കെ മുമ്പ് എല്ലാവരെയും ബോധവൽക്കരിക്കണം. ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഗർഭപാത്രം എടുത്തു കഴിഞ്ഞാൽ ലൈംഗികതയെ അത് ബാധിക്കില്ല എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി ഗർഭപാത്രത്തോടൊപ്പം ചിലപ്പോൾ അണ്ടാശയം കൂടി എടുത്തു കളയുന്ന അവസ്ഥ വരാറുണ്ട്. അത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഇത് വരും. ലൈംഗിക ശേഷി കുറവുണ്ടാവും, താല്പര്യക്കുറവുണ്ടാവും. അതിൻ്റെ കാരണം ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ അത് ബാധിക്കുന്നതാണ്. ഇനി ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കുന്നതിന് അണ്ടാശയം എടുത്തു കളഞ്ഞാലും അഡ്രിനൽ ഗ്രന്ഥി എന്ന് പറഞ്ഞ് കിഡ്നിയുടെ മുകളിലിരിക്കുന്ന ഗ്രന്ഥികളുണ്ട്. അതുവഴിക്ക് ഇതുണ്ടാകുകയും സുഖകരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന 10-70 വയസ്സായ സ്ത്രീകളെ എനിക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൂബ്രിക്കേഷൻ്റെ ചെറിയ രീതിയിലുള്ള പ്രശ്നമുണ്ട്, അതിനുള്ള ചികിത്സയ്ക്ക് അവർ വരാറുണ്ട്. അതുകൊണ്ട് അതൊരു ഘടകമായിട്ട്, അതായത് ഇത് ഗർഭപാത്രം എടുത്ത് കളഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ലൈംഗികത ഇല്ലാതാവുന്നില്ല. ഈ ചില തെറ്റിദ്ധാരണകൾ മനുഷ്യൻ ഉടലെടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈംഗികത ഉണ്ടാവില്ല. അതിൻ്റെ കാരണം അത് ആ മാനസികാവസ്ഥ അങ്ങനെ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതുകൊണ്ട് മാത്രമാണ്. കാലഘട്ടം മാറണം. ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇന്ന ചികിത്സയാണ് ചെയ്യാൻ പോകുന്നത്, ഇന്ന ഓപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ലൈംഗികത നിങ്ങളുടെ ഇന്ന രൂപത്തിലായിരിക്കും ഭാവിയിൽ ഉണ്ടാകുക, പിന്നീട് അത് എപ്പോഴാണ് റിക്കവർ ചെയ്യുന്നത്, അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. അതിനൊന്നും പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ് സെറ്റപ്പിൽ അതിന് പോയിട്ട് 400 രോഗികളെ ഒരു 3 മണിക്കൂർ കൊണ്ട് ഒരു ഡോക്ടർ നോക്കേണ്ട അവസ്ഥയാണ്. അവിടെയൊക്കെ എന്ത് പറഞ്ഞു കൊടുക്കാൻ? അതായത് ഹെൽത്ത് സിസ്റ്റം മാറണം. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റ് ഒക്കെ നീക്കം ചെയ്ത വ്യക്തികൾ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയുമോ? അല്ല, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഡിക്കൽ പ്രോസ്റ്റക്ടമി എന്ന് പറയുന്ന ഒരു സർജറി ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ലൈംഗികത നഷ്ടപ്പെടാറുണ്ട്. അത് ലൈംഗികത നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യുന്നതോടുകൂടി അതിലേക്ക് ലിംഗത്തിലേക്ക് പോകുന്ന ഞരമ്പുകൾ മുറിയപ്പെടും. അല്ലാണ്ട് അവിടുന്ന് ഹോർമോൺ ഉൽപ്പാദനമാകുന്നതല്ല. പിന്നെ ലിംഗത്തിലേക്ക് പോകുന്ന രക്തക്കൊള്ളുകളെ ഇത് ക്ഷത ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിന് വീണ്ടും
ശേഷി ഇല്ലാണ്ടാകുകയും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ശുക്ലം ഉണ്ടാകുന്നതിന് ഒരു പ്രധാന ശുക്ലത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഞരമ്പുകൾ മുറിയുന്നതുകൊണ്ടും രക്തക്കൊഴലുകൾ ബ്ലോക്ക് ആകുന്നതുകൊണ്ടും ലീക്ക് വരികയും ചെയ്യും രക്തത്തിൻ്റെ. അപ്പോൾ വീനസ് ലീക്ക് എന്നതിന് പറയുക. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ലൈംഗിക ശേഷി നഷ്ടപ്പെടാറുണ്ട്. ഇനി ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്ന ആ വ്യക്തികൾക്ക് അത് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ആര്യ സർജറി വളരെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂഡായിട്ടുള്ള ഇതായിരുന്നു, മൊത്തമായിട്ട് പ്രോസ്റ്റേറ്റ് എടുത്ത്. ഇപ്പോൾ മൈക്രോ സർജറി ഒക്കെ വന്നതിന് ശേഷം ഞരമ്പുകൾക്കും ബ്ലഡ് വെസലിനും ക്ഷതമേൽക്കാതെ ചെയ്യാൻ പറ്റുന്ന സർജറിയൊക്കെ ആവിഷ്കരിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇഞ്ചോട് ഇഞ്ചെന്ന് പറയുന്നതാണ്. അതായത് പ്രോസ്റ്റേറ്റിൻ്റെ ഭാഗം നീക്കം ചെയ്യുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ഞരമ്പോ അല്ലെങ്കിൽ ബ്ലഡ് വെസലോ മുറിയാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാലം കുറേ കഴിയുമ്പോൾ ഈ ഇതൊക്കെ പുരോഗമിച്ച് വരുമ്പോൾ, അതായത് ശാസ്ത്രം പുരോഗമിച്ച് വരുമ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്തു കഴിഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് കാണപ്പെടുന്നുണ്ട്. അതിനുള്ള പരിഹാരമാർഗം ഇംപ്ലാന്റ് അങ്ങനെയുള്ളതൊക്കെയാണ്. അത് ശസ്ത്രക്രിയ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള മാർഗ്ഗമാണ്. പക്ഷെ എന്നിരുന്നാലും പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യുന്നതിന് ചെയ്യാതെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ എംബോളിസം, പ്രോസ്റ്റേറ്റിൻ്റെ എംബോളിസം അങ്ങനെയുള്ള ചികിത്സയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ BPH ഉള്ളവർക്കൊക്കെ അത് കുറേ പ്രയോജനം ചെയ്ത് കാണുന്നുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും ശരി, പ്രോസ്റ്റേറ്റ് ഒരു വലിയ ഘടകമാണ്. അതിൽ കൂടെയാണ് ഈ ഞരമ്പുകളും രക്തക്കൊഴലും ഒക്കെ പോകുന്നത്. അതുപോലെ ചില ഈ വൻകുടലിലെ ക്യാൻസറൊക്കെ ബാധിക്കുന്നവർക്കും അതെടുത്ത് കളയുമ്പോൾ അവർക്കും ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. അതുവഴിക്ക് വരുന്ന ഞരമ്പുകളെ കട്ട് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ അടിവയറ്റിലുണ്ടാകുന്ന പല ശസ്ത്രക്രിയകൾക്കും ഇങ്ങനെയുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഡോക്ടർ, അതുപോലെ തന്നെ ലിംഗം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യനിലയുടെ ബാരോമീറ്റർ ആണെന്ന് പറയാറുണ്ട്. അല്ല, ലിംഗോദ്ധാരണം. അതെ. അപ്പോൾ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അതിൽ വളരെയധികം കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ലിംഗം സാധാരണ രീതിയിൽ പരിപൂർണമായിട്ട് ഉയർന്നു നിൽക്കുകയുള്ളൂ. ഏതെങ്കിലും രീതിയിലുള്ള, അതായത് രക്തക്കൊഴൽ സംബന്ധമായതോ ഞരമ്പ് സംബന്ധമായതോ മറ്റു രീതിയിലുള്ള, അതായത് ഹൃദ്രോഗ സംബന്ധമായതോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ലൈംഗിക അവയവം, അത് പുരുഷലിംഗം ഉയർന്നു നിൽക്കുകയില്ല. സാധാരണ രീതിയിൽ പുരുഷൻ്റെ ലിംഗം രാവിലെ ഒരു പുലർകാലെ ഉയർന്നു നിൽക്കാറുണ്ട്, നല്ല ഉദാഹരണത്തിൽ നിൽക്കാറുണ്ട്. അത് ലൈംഗികോത്തേജനവുമായിട്ട് ബന്ധപ്പെട്ടല്ല, എന്നാലും നല്ല രീതിയിൽ ഉയർന്നു നിൽക്കാറുണ്ട്. അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ കാണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ട ഒരു ആരോഗ്യമാണെന്ന് മനസ്സിലാക്കാം. അതേസമയത്ത് അത് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, ലിംഗോദ്ധാരണം നടക്കുന്നില്ലെങ്കിൽ എവിടെയോ എന്തോ പിഴച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എവിടെയോ എന്തോ പിഴച്ചെന്ന് പറഞ്ഞാൽ ഒന്നിൽ രക്തക്കൊഴലുകളുടെ ബ്ലോക്ക് വന്നാകാം, ഇല്ലെങ്കിൽ ഞരമ്പിൻ്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ ഹോർമോണിൻ്റെ പ്രശ്നമാകാം, ചിലപ്പോൾ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമാകാം. അങ്ങനെ എവിടെയോ തകരാറുകൾ വന്നിട്ടുണ്ട്. ഇനി അതുകൂടാതെ തന്നെ തലച്ചോറിനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ, പാർക്കിൻസോണിസം, അതുപോലെ മൾട്ടിപ്പിൾ സ്ക്ലീറോസ്, നട്ടലിനെ ബാധിക്കുന്ന IVDP, ഇൻട്രവെർട്ടിബുലാർ ഡിസ്ക് പ്രൊലാപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലിംഗോദ്ധാരണം വേണ്ട രീതിയിൽ കാണപ്പെടാതെ വരും. അപ്പോൾ ശരിയായ നല്ല ദൃഢതയോടുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരു ലിംഗം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് കാര്യമായ കുഴപ്പമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എപ്പോൾ ലിംഗോദ്ധാരണം കുറയുന്നോ അപ്പോൾ ലൈംഗികം മാത്രമല്ല മറ്റ് ശാരീരിക ആരോഗ്യവും തകരാറിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ലിംഗം പൊതുവേ ഉള്ള ആരോഗ്യ ഘടനയുടെ ഒരു ബാരോമീറ്റർ ആണെന്ന് പറയുന്നതാണ് ശരി. അതുപോലെ തന്നെ പലർക്കുള്ള ഒരു സംശയമാണ്, സ്ട്രോക്ക് വന്നിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമെന്നുള്ളത്. അതെങ്ങനെയാണ്? അല്ല, സ്ട്രോക്ക് വന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്ട്രോക്കിൻ്റെ അളവ് പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം തീവ്രതയുള്ള സ്ട്രോക്കാണെന്നുള്ളത്. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തീരെ നടക്കാൻ വയ്യാത്ത അവസ്ഥ വരാറുണ്ട്, കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ പോലും അവർക്ക് ചിലർക്ക് ലിംഗോദ്ധാരണം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ലിംഗോദ്ധാരണം ഉണ്ടാകുകയും ലൈംഗികമായിട്ട് ബന്ധപ്പെടുകയും സ്ത്രീ ഇനിഷ്യേറ്റീവ് ചെയ്ത് ബന്ധപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. പൊതുവെ പറയട്ടെ, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അത് കഠിനമായ ഒരു സ്ട്രോക്ക് ആണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയത്ത് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ട് ഇതൊന്ന് സ്റ്റെബിലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ അറിയാൻ പറ്റും, എത്രത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും എന്നുള്ളത്. പിന്നെ ചികിത്സ വഴിക്ക്, അതായത് മരുന്ന് കഴിച്ചും
ഇഞ്ചക്ഷൻ ചെയ്തുമൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോകുന്ന ഒട്ടനവധി വ്യക്തികളുണ്ട്. സ്ട്രോക്ക് വന്നവർ. സ്ട്രോക്ക് തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് രക്തം കട്ട പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്, അതിലാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് നമ്മുടെ ലൈംഗികതയെ ഉണർത്തുന്ന, ലൈംഗികതയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലും കൂടി അത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പാർക്കിൻസൺ എന്ന് പറഞ്ഞ രോഗമൊക്കെ ബാധിച്ച ആൾക്കാർക്ക് ഈ ലൈംഗികതയിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത കുറയുകയാണ് പാർക്കിൻസൺസ് ബാധിക്കുമ്പോൾ. അപ്പോൾ പിന്നെ അതിനകത്ത് കഴിക്കുന്ന ചില ഗുളികകൾ, ഡോപ്പമിൻ പോലെയുള്ള ചില അതിന് എതിരിടുന്ന ചില ഗുളികകളുണ്ട്. അത്തരം ഗുളികകൾ കഴിക്കുമ്പോൾ വീണ്ടും ലൈംഗികത ഇല്ലാണ്ടാക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, അവർക്ക് ശരിയായ രീതിയിലുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാണുന്നുണ്ട്. അതുപോലെ ഡോക്ടർ, ഈ പ്രായമായിട്ടുള്ള ദമ്പതികളിലൊക്കെ ലൈംഗികതയിൽ ഒരു മിസ്മാച്ച് ഉള്ളതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും? അല്ലല്ല, അത് സ്വാഭാവികമാണ് മിസ്മാച്ച് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഇന്ന് നമ്മുടെ സാധാരണ സാഹചര്യം, അതായത് ഒരു 60 വയസ്സായ ഒരു സ്ത്രീക്ക് 70 വയസ്സായ ഒരു ഭർത്താവ്, അല്ലെങ്കിൽ 65 വയസ്സായ ഭർത്താവ്, അങ്ങനെയൊക്കെയാണല്ലോ കാണപ്പെടുന്നത്. ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടാം. അങ്ങനെ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ ലൈംഗികമായിട്ട് താല്പര്യമില്ലാത്തതാണെങ്കിലും ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നല്ല ലൈംഗികമായിട്ടുള്ള താല്പര്യവും കഠിനമായ ആഗ്രഹവും ഉണ്ടെങ്കിലും ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തൊരവസ്ഥ അവിടെ. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇതിനോട് ദേഷ്യം വരുന്ന ഒരവസ്ഥ വരും. അതായത് ഈ ഒരവസ്ഥയോട് അത് പല രൂപത്തിൽ പരിണമിച്ചിട്ട് അവരുടെ ലൈംഗിക ശേഷി അല്ല ലൈംഗികമായിട്ടുള്ള താല്പര്യം ഇല്ലാതായി പോകുകയും അത് കലഹത്തിലേക്ക് പോകുന്നതായിട്ടും കാണാറുണ്ട്. തിരിച്ചും സംഭവിക്കാം. ചിലപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികത അവിടെ ഇല്ലാത്തൊരവസ്ഥ വരിക, ലൈംഗികമായിട്ടുള്ള വേദന അനുഭവപ്പെടുക, ലൂബ്രിക്കേഷൻ ഇല്ലാത്ത അവസ്ഥ വരിക. അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന് ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകും, സ്ത്രീ അതിന് വഴങ്ങുന്നുണ്ടാവില്ല, അത് കലഹങ്ങളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇതിന് ദമ്പതികൾ ചികിത്സയ്ക്ക് തയ്യാറാകുകയാണ് വേണ്ടത്. അപ്പോൾ മിക്ക പ്രശ്നങ്ങളിലും ഏതെങ്കിലും ഒരു ഭാഗത്താണ് ഇതിൻ്റെ തകരാറ് കിടക്കുക. ആ തകരാറ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് രണ്ടുപേരുടെയും പരിശോധനകൾ നടത്തി തകരാറ് എന്താണോ അതിനനുസരിച്ചുള്ള ചികിത്സയിലേക്ക് പോകുന്നതാണ് നല്ലത്. ചില ദമ്പതികളിൽ ഇപ്പോൾ പുരുഷന് ലൈംഗിക ശേഷിക്കുറവുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും ചികിത്സയ്ക്ക് തയ്യാറാവില്ല. അതൊരു നാണക്കേട് അല്ലെങ്കിൽ ഒരു കുറവ് അങ്ങനെയുള്ളൊരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കലഹം മാത്രമായിരിക്കും ബാക്കി നിൽക്കുക. ഇനി സ്ത്രീകളും അങ്ങനെയാണ്. പൊതുവെ സ്ത്രീകൾ ലജ്ജാവതികളാണ് ഈ കാര്യത്തിൽ. അഥവാ അവർക്കൊരു മടിയുണ്ട്. അപ്പോൾ ഒരു ഡോക്ടറെ എടുക്കുക, 10-60 വയസ്സായിട്ട് എന്നിട്ട് എനിക്കിപ്പോൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനോട് താല്പര്യമുണ്ട് പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ പറയാൻ നമ്മുടെ ഇന്നത്തെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലത് പ്രശ്നമാണ്. അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരത് ഒതുക്കി വെക്കാനാണ് ശ്രമിക്കുക. ഭർത്താവ് എത്ര വിളിച്ചാലും ചികിത്സയ്ക്ക് വരില്ല. പക്ഷേ കാലഘട്ടം മാറുന്നുണ്ട്. ഈ രണ്ടു കൂട്ടരും ചികിത്സയ്ക്ക് വരികയും ആർക്കാണോ പ്രശ്നം അവർക്ക് എന്താണോ അവരുടെ അടിസ്ഥാന അസുഖം ചിലപ്പോൾ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ട, നമ്മൾ ഒരിക്കൽ സൂചിപ്പിച്ചല്ലോ, പ്രമേഹമാകാം, പ്രഷറാവാം, കൊളസ്ട്രോൾ ആകാം, അങ്ങനെയുള്ള ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത ചില അസുഖങ്ങളാകാം. അത് കണ്ടുപിടിക്കപ്പെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും വീണ്ടും നല്ല രീതിയിലുള്ള ലൈംഗിക ജീവിതത്തിലേക്ക് പോകാനും കഴിയുന്നുണ്ട്. ഒട്ടനവധി ദമ്പതികൾ ഇപ്പോൾ ആ രീതിയിൽ ചികിത്സയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ഡയറക്റ്റായിട്ട് ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗുളികകൾ വാങ്ങാറുണ്ട്. അത് നല്ലതാണോ? അല്ല, അത് ഇതിൽ എല്ലാ കാര്യങ്ങൾക്കും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ഗുളിക വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പരിശോധന നടത്തുന്നില്ല, എന്താണ് കാരണം എന്നുള്ളത് കണ്ടുപിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണല്ലോ സത്യം. അപ്പോൾ ഇപ്പോൾ വാർദ്ധക്യം ബാധിച്ച ഒരു വ്യക്തി, അതായത് അദ്ദേഹത്തിന് 60-65 വയസ്സുണ്ട്, ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ലൈംഗികത ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ഏതെങ്കിലും ഗുളിക വാങ്ങി കഴിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വയാഗ്ര പോലെയുള്ള ഗുളിക കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആയുർവേദമാണെന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഗുളിക കൊടുക്കാൻ പറ്റും. ഇത്തരം ഗുളികകൾ കൊടുക്കുന്നു. ആ ഗുളിക കഴിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എന്തെല്ലാം പാർശ്വഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം അത് കഴിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ലൈംഗികമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെടാൻ കഴിയാം. മിക്ക വ്യക്തികളിലും അവർക്ക് അത് ഫലപ്രദമാകാതെയും കാണാറുണ്ട്. കാരണം അവരുടെ അടിസ്ഥാന പ്രശ്നം ചിലപ്പോൾ ഈ വയാഗ്ര കൊണ്ട് പരിഹരിക്കപ്പെടുന്നതല്ല. അതുപോലെ തന്നെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയാഗ്ര കഴിച്ചത് കൊണ്ട് മാത്രം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉണർവുണ്ടാകാനുള്ള കാര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും അവർ കരുതുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈംഗികത അവിടെ നശിച്ചു എന്നുള്ളതായിരിക്കും. പക്ഷേ അതിന് പകരം ഡോക്ടറെ കാണിച്ചിട്ട് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഹാർട്ട് അറ്റാക്ക് ഉള്ള വ്യക്തികൾ സോർബിറ്റേറ്റ് പോലുള്ള ഗുളികളൊക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാരണവശാലും വയാഗ്ര കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ വയാഗ്ര പോലുള്ള ഗുളികൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അതിപ്പോൾ ബ്ലാക്കിലേ കിട്ടുള്ളൂ. അങ്ങനെ ബ്ലാക്കിൽ കിട്ടുന്നതിൻ്റെ കാരണം തന്നെ അതൊരു അപകടം പിടിച്ച ഗുളികയാണല്ലോ. അപ്പോൾ അങ്ങനെ ഗുളിക പോയി വാങ്ങി കഴിക്കുകയാണെങ്കിൽ അത് ആരോഗ്യത്തിന് മാത്രമല്ല ശാരീരികമായിട്ട് നല്ല പ്രശ്നമുണ്ടാകും. ഇനി ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആയുർവേദത്തിൽ അമിതമായ വിശ്വാസമുണ്ട്. പക്ഷേ കഷ്ടകാലം എന്ന് പറയട്ടെ, ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നും മറ്റും വരുന്ന പല ആയുർവേദ ഗുളികകളും ക്രോസിനാദി വടകവും ജലൂസിലാദി ലേഹ്യവുമാണ്. എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൻ്റെ പേരിൽ അവർ മറ്റ് മരുന്നുകൾ, ഇംഗ്ലീഷ് മരുന്നുകൾ അതിനകത്ത് പൊടിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഇവർ കഴിക്കുമ്പോൾ ഇവർക്ക് അതിനകത്ത് നല്ല പ്രയോജനം ലഭിക്കും. അവരിത് ആയുർവേദമാണെന്ന് കരുതിയിട്ട് പാർശ്വഫലങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് കരുതി അങ്ങനെ കഴിച്ചും പോകും. അതും ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ കോട്ടക്കൽ ആര്യ വൈദ്യശാല പിന്നെ അങ്ങനെയുള്ള പ്രശസ്തമായ വൈദ്യശാലകളിലൊന്നും ഇത്തരം തട്ടിപ്പ് പരിപാടികളില്ല. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന അതിന് ലൈസൻസ് ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെയുള്ള ചില ഈ ആയുർവേദം എന്നും പറഞ്ഞിട്ട് പരസ്യം ചെയ്തിട്ട് ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ കോർണറിലൊക്കെ പരസ്യം കാണാം. അത് വാങ്ങിക്കഴിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഡോക്ടറെ, അതുപോലെ തന്നെ ഈ സന്ധിവേദനയൊക്കെയുള്ള ആൾക്കാർക്ക് ലൈംഗികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ? അതിപ്പോൾ പ്രായമാകുമ്പോൾ എന്തായാലും ശരി, ഒരു പരിധി വരെ എല്ലാവർക്കും സന്ധിവേദനകളുണ്ടാവും. സന്ധിവേദന ഉണ്ടാകുമ്പോൾ ലൈംഗികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സന്ധികളുടെ ചലനം ആവശ്യമാണ്. അപ്പോൾ അതോടുകൂടി വേദന കൂടും. വേദന കൂടുമ്പോൾ ഇറക്ഷൻ ഇല്ലാണ്ടാവും, അത് ഉള്ള ബലം പോകും. അപ്പോൾ ഇടയ്ക്ക് വെച്ചത് നിർത്തേണ്ടി വരും. അപ്പോൾ അവനവൻ്റെ വേദന ഏത് രൂപത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കി വേദനയ്ക്കുള്ള ചികിത്സയും ചെയ്യണം. അതുപോലെ അതിൻ്റെ പൊസിഷൻ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ കുഴപ്പമില്ല. എൻ്റെ അഭിപ്രായത്തിൽ പുരുഷനാണോ സ്ത്രീക്കാണോ സന്ധിവേദന ഉള്ളത്, അവരിൽ സന്ധിവേദന ഉള്ള വ്യക്തി പാസീവ് പാർട്ട്ണറാകുക, സന്ധിവേദന ഇല്ലാത്ത വ്യക്തി ആക്റ്റീവ് പാർട്ട്ണറാകുക, അതായിരിക്കും നന്നാകുക. അതുപോലെ തന്നെ ഈ വാർദ്ധക്യകാലത്ത് സ്വയംഭോഗമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് തെറ്റാണോ? ഇപ്പോൾ പാർട്ട്ണർ ഇല്ലാത്ത വ്യക്തികളൊക്കെ സ്വയംഭോഗം ചെയ്യുന്നതാണ് നല്ലത്. അവരുടെ പൊതുവെയുള്ള ലൈംഗിക ആരോഗ്യത്തിന് മാത്രമല്ല പൊതുവെയുള്ള ശാരീരിക ആരോഗ്യത്തിനും നല്ലതാണ്. ഇനി പാർട്ട്ണർ ഉണ്ടെങ്കിലും പാർട്ട്ണർക്ക് ലൈംഗിക ബന്ധത്തിൽ താല്പര്യമില്ലാതെ വരികയാണെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഈ സ്വയംഭോഗത്തിന് നമ്മളെന്തോ ഒരു മഹാഭാവമായിട്ട് അങ്ങനെയൊക്കെ കാണാറുണ്ട്. അത്രയൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. സ്വാഭാവിക ലൈംഗിക പ്രവർത്തനത്തിൽ ഒരു ഭാഗം മാത്രമാണ് സ്വയംഭോഗം. അപ്പോൾ വാർദ്ധക്യം അതിനകത്തൊരു തടസ്സമല്ല. അവർക്ക് ഏത് രീതിയിലാണോ ലൈംഗികമായിട്ടുള്ള ആനന്ദം ലഭിക്കുന്നത്, അത് സ്വയംഭോഗം വഴിക്കാകാം, ലൈംഗിക ബന്ധം വഴിക്കാകാം. അപ്പോൾ അവരുടെ തലച്ചോറിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. അപ്പോൾ വേദനയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, കൂടുതൽ മുട്ടുവേദനയൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എൻഡോർഫിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ റിലീസ് ചെയ്യുന്നുണ്ട്. അത് വേദന കുറയ്ക്കുന്ന വേദന സംഹാരികളാണ്. അതായത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള വേദന സംഹാരികളാണ് തലച്ചോറിൽ നിന്ന് വരുന്നത്. അപ്പോൾ ലൈംഗികമായിട്ട് ഏത് രൂപത്തിൽ അവർക്ക് ആനന്ദം ലഭിക്കുന്നു, നമ്മളതിനകത്ത് ദോഷമില്ലാത്ത ഒരു ലൈംഗിക ബന്ധം, മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത ഒരു ലൈംഗിക ബന്ധത്തിൽ അവർ ഏർപ്പെടുന്നതിന് കുറ്റം പറയാനൊന്നും കഴിയില്ല. അത് ഏർപ്പെടുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ ഡോക്ടറെ, വാർദ്ധക്യകാലത്ത് ഏതൊക്കെ വ്യായാമങ്ങളാണ് നമ്മുടെ ലൈംഗിക ശേഷി വീണ്ടെടുക്കാൻ വേണ്ടി സഹായിക്കുന്നത്? ഞാനൊരു കാര്യം പറയാം. അതിനകത്ത് വാർദ്ധക്യകാലം എന്നുള്ളതിലില്ല, വ്യായാമം എല്ലാം തന്നെ ലൈംഗിക ശേഷിക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒന്ന്, വ്യായാമം ചെയ്യുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കൂടുതലായിട്ടുണ്ടാകുന്നുണ്ട്. രണ്ട്, വ്യായാമം ചെയ്യുമ്പോൾ രക്തക്കൊള്ളികളുടെ ബ്ലോക്കുകൾ നീങ്ങുന്നുണ്ട്, രക്തക്കൊള്ളികൾ വികസിക്കുന്നുണ്ട്. അമിതമായിട്ടുള്ള ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതായത് കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയുന്നുണ്ട്, ഞരമ്പുകൾക്ക് ഉത്തേജനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ട് വ്യായാമം ചെയ്യുക എന്നുള്ളത് ലൈംഗികതയ്ക്ക് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി ചോദ്യം വാർദ്ധക്യകാലത്ത് ഏതെല്ലാം വ്യായാമമാണ് നല്ലത്. അപ്പോൾ വ്യായാമം വാർദ്ധക്യകാലത്ത് ചെയ്യുന്നതിൽ നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ചിലർക്ക് മുട്ടുവേദന ഉണ്ടാവാം. മുട്ടുവേദനയുള്ള വ്യക്തികൾ കൈകൊണ്ടിങ്ങനെ മാത്രം വ്യായാമം ചെയ്യുക. കൈകൾക്ക് പ്രശ്നങ്ങളില്ലെങ്കിൽ, കാൽമുട്ടിനാണ് വേദനയുണ്ടെങ്കിൽ പിന്നെ ചെറുതായി നടക്കുക, ഇരുന്ന് എഴുന്നേൽക്കുക, അതുപോലെ മലർന്ന് കിടന്നിട്ട് മുട്ടുകാലിൽ രണ്ടും നെഞ്ചത്തേക്ക് കൊണ്ടുവരിക. ഇത്തരം സാധിക്കുന്ന രീതിയിൽ തൻ്റെ ശരീരത്തിൻ്റെ ഓരോരോ അവയവങ്ങളും അനക്കുന്നത്, അതായത് ചലിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ആ രീതിയിലുള്ള വ്യായാമം മാത്രം മതി. പിന്നെ ജിമ്മിൽ പോവുക, കഠിനമായിട്ടുള്ള വ്യായാമം ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
ഈ ചെറിയ രീതിയിലുള്ള വ്യായാമം കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള രക്തോട്ടം ഉണ്ടാവും, അതുപോലെ തന്നെ ഹോർമോൺ ഉൽപ്പാദനം ഉണ്ടാവും, അതെല്ലാം നടക്കും. പിന്നെ ഹൃദയത്തിനും അത് വളരെയധികം നല്ലതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വാർദ്ധക്യകാലത്ത് സ്ത്രീകളെ പലതരം ലൈംഗിക പ്രശ്നങ്ങളും ബാധിക്കുന്നുണ്ടല്ലോ, അതെന്തൊക്കെയാണ്? വാർദ്ധക്യകാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയും. അത് ഹോർമോൺ സംബന്ധമായ പ്രശ്നമാണ്. അത് എല്ലാ സ്ത്രീകളെയും തന്നെ ഒരു പരിധി അല്ലെങ്കിൽ മറ്റൊരു പരിധിയിൽ അത് ബാധിക്കാറുണ്ട്. പിന്നെ കുടുംബ പ്രാരാബ്ദം, കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ തലച്ചോറിനെ അലട്ടിക്കൊണ്ടിരിക്കും. വിഷാദ രോഗം അല്ലെങ്കിൽ കൂടി അവർക്ക് അത്തരം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവരുടെ ലൈംഗികതയെ അത് ബാധിക്കും. മൂന്നാമതായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ യോനിയിൽ പണ്ടുണ്ടായിരുന്ന നനവുണ്ടാവില്ല. അങ്ങനെ നനവുണ്ടാകാതെ ബന്ധപ്പെടാൻ കഴിയുകയുമില്ല. അങ്ങനെ ബന്ധപ്പെടുന്ന അവസ്ഥയിൽ അവർക്ക് എന്ത് പറ്റും? വേദന അനുഭവപ്പെടും. അപ്പം യോനിയിൽ നനവുണ്ടാകാതിരിക്കുക, ലൈംഗികമായിട്ട് വേദന അനുഭവപ്പെടുക, ഇതൊക്കെയാണ് അവരെ താല്പര്യക്കുറവ്, ഇതൊക്കെയാണ് അവരെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. പിന്നീട് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വാർദ്ധക്യകാലത്ത്. അത് പ്രത്യേകിച്ച് പ്രമേഹം കൂടി ഉണ്ടെങ്കിൽ. പ്രമേഹം ഉണ്ടെങ്കിൽ അവരുടെ യോനിയിലും അതുപോലുള്ള ഭാഗങ്ങളിലും എല്ലാം അതായത് നീറ്റലും പുകച്ചിലും ഒക്കെ അനുഭവപ്പെടും. അതിൻ്റെ കാരണം അണുബാധയാണ്. അപ്പോൾ അണുബാധ ഉണ്ടെങ്കിൽ അത് സ്വാബൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് നല്ലത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ മദ്യം ലൈംഗികതയ്ക്ക് ഒരു ഉത്തേജക വസ്തുവായിട്ട് മാറാറുണ്ടോ? മദ്യം എല്ലാ കാര്യത്തിലും ഒരു ഉത്തേജക വസ്തുവാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കലാണ്. അതായത് നമ്മളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തലച്ചോറിൽ നമ്മളുടെ ചിന്തകൾ നടക്കുമ്പോൾ ആ ചിന്തകൾ നടക്കാതിരുന്നാൽ പ്രശ്നം തീർന്നല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിയോട് തെറി പറയണമെന്നൊരു മനസ്സിൽ വരികയാണെങ്കിൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നത് ശരിയല്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരികയും ആ ഭാഗം നിയന്ത്രിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഭാഗം ഈ പ്രവണതയെ നിയന്ത്രിക്കുക ചെയ്യുന്നത്. മദ്യം കഴിക്കുന്നതോടെ ആ ഇൻഹിബിഷൻ അങ്ങ് പോവുകയാണ്. അതായത് അത് പാടില്ല ഇത് പാടില്ല എന്നുള്ളത് പോവുകയാണ്. ആ കൺട്രോൾ അങ്ങ് പോയി കഴിയുമ്പോൾ എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവരെ ഭാര്യയോടാണെങ്കിൽ കയറി കിടക്കടി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ മാറിയിട്ട് വേറെ രൂപത്തിലുള്ള സംസാരങ്ങൾ വരണം. അപ്പോൾ എല്ലാ രീതിയിലുള്ള ഇതും നടത്താൻ പറ്റുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് മദ്യം കഴിച്ചുകൊണ്ട് ഉണ്ടാകാൻ പോണത്? പെർഫോമൻസ് മാത്രം ഉണ്ടാവില്ല. അതായത് ശരിക്കുള്ള യോനിയിലേക്ക് ലിംഗം പ്രവേശിപ്പിക്കാനുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. കുറേ ആക്രാന്തം കാട്ടിക്കൂട്ടാമെന്നുള്ളതല്ലാതെ മദ്യം കൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകാറില്ല. ശീഘ്രസ്ഖലനമുള്ള ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ തോതിലുള്ള മദ്യം കഴിക്കുകയാണെങ്കിൽ അത് ഗുണമായി കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഉപദേശിക്കില്ല അത് മദ്യത്തിന് അടിമയാവുമെന്നുള്ളതല്ലാതെ അതിനുള്ള ചികിത്സയാണ് വേണ്ടത്. പിന്നെ മദ്യം കൊണ്ടുണ്ടാകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞു ഇൻഹിബിഷൻ തീർന്നു കിട്ടുമെന്നുള്ളത്. ഇപ്പോൾ ചില വ്യക്തികളൊക്കെ വേശ്യാലയങ്ങളിലും മറ്റും പോകുമ്പോൾ മദ്യം കഴിച്ചിട്ട് പോകുന്നതായി കാണാം. ഇതൊക്കെ ദോഷമല്ലാതെ ഒരു ഗുണവും ഉണ്ടാകില്ല. ശരിക്കും ഒരു അച്ചടക്കമില്ലാത്ത ലൈംഗികതയിലേക്ക് നയിക്കാൻ മാത്രമേ മദ്യം ഉപകരിക്കുകയുള്ളൂ. മദ്യം കൊണ്ട് കിട്ടുന്ന ഗുണത്തേക്കാളേറെ 10 ഇരട്ടി ദോഷങ്ങളാണ് ഉണ്ടാകുക. മദ്യം അത്ര ലൈംഗികമായിട്ടൊരു ബഹളം ഉണ്ടാക്കാൻ കഴിയും, അതേസമയത്ത് ഗുണമൊട്ട് കിട്ടുകയില്ല. ഇതാണ്. പിന്നെ ഇണയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അത്ര വലിയൊരു ഗുണം ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില സ്ത്രീകൾ പോലും മദ്യം കഴിച്ചിട്ട് ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത് ചെറിയ രീതിയിലുള്ള മദ്യം എനിക്കറിയില്ല. എന്തായാലും ശരി, കൂടുതലായിട്ട് മദ്യം കഴിച്ചാൽ ഒന്നും സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ലഹരി പദാർത്ഥവും ലൈംഗികതയ്ക്ക് ആവശ്യമില്ല. ലൈംഗികത തന്നെ ഒരു ലഹരിയാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് വേറൊരു ലഹരി കലർത്തേണ്ട ആവശ്യമില്ല. ചതിയിൽ വഞ്ചന വേണ്ട, അങ്ങനെ അങ്ങ് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഈ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന കുറേ വ്യക്തികൾ ഉണ്ടാവുമല്ലോ, അവരെന്തൊക്കെ തരം പരിശോധനകളാണ്? അതെ, അവരെന്തൊക്കെ തരം പരിശോധനകളാണ് ചെയ്യേണ്ടത്? അല്ല, നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ ഒരു സെക്ഷൽ ഹെൽത്ത് ചെക്കപ്പ് എന്നുള്ളതിൽ. അതിനകത്ത് ഇതിൻ്റെ ലൈംഗിക ശേഷിക്കുറവ് എന്ന് പറയുന്നത് അനുഭവപ്പെടുന്നത് പുരുഷനായാലും സ്ത്രീക്കായാലും അതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ: 1 ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ, 2 രക്തക്കൊള്ളുകളുടെ പ്രശ്നങ്ങൾ, 3 ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ. ഇത് കൂടാതെ പ്രോസ്റ്റേറ്റ്, കിഡ്നി, ലിവർ, ഹാർട്ട്, ഇതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് ലൈംഗിക ശേഷിക്കുറവുണ്ടാകാം. അപ്പോൾ അത് ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നത് തന്നെയാണ് നല്ലത്. ഏറ്റവും വലിയ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ലിംഗത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പൈപ്പ് ടെസ്റ്റ് എന്നതിന് പറയുക, ഫാർമക്കോളജിക്കലി ഇൻഡ്യൂസ്ഡ് പെനൈൽ ഇറക്ഷൻ ടെസ്റ്റ്. അത് ചെയ്തിട്ട് ലിംഗത്തിൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഇതിലെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില
ഹോർമോണുകളുടെ കാര്യത്തിൽ എല്ലാ ഹോർമോണുകളും ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഡി ഡൈമർ ചെയ്യുക, അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും ഡോക്ടർമാർ എഴുതി തരും. ആ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് ഈ വാർദ്ധക്യകാലത്ത് എവിടെയാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കുക. അതിന് ശേഷമാണ് ചികിത്സയിലേക്ക് വരേണ്ടത്. മിക്കപ്പോഴും നമുക്ക് വരാനിരിക്കുന്ന പല രോഗങ്ങളും കണ്ടുപിടിക്കുവാൻ ഈ സെക്ഷൽ ഹെൽത്ത് ചെക്കപ്പ് വഴിക്കുന്നു. ചില ക്യാൻസറിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ ഈ പരിശോധന നടത്തുമ്പോഴായിരിക്കും അത് മനസ്സിലാക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ ഈ സെക്ഷൽ ഹെൽത്ത് ചെക്കപ്പ് നടത്തും വഴിക്ക് സാധിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വാർദ്ധക്യകാലത്ത് കണ്ടുവരുന്ന ലൈംഗിക പ്രശ്നങ്ങളുണ്ടല്ലോ, അത് പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ? അല്ല, അതിപ്പോൾ ചോദിക്കുന്നത് ഒരു വക്കീലിൻ്റെ ഭാഷയിലാണെങ്കിൽ എൻ്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. അതേസമയത്ത് മെഡിക്കലി ആണെങ്കിൽ കഴിയുമെന്നുമാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യകാലത്ത് കണ്ടുവരുന്ന ലൈംഗിക പ്രശ്നങ്ങൾ എല്ലാ വ്യക്തികളുടെയും പരിപൂർണ പ്രാപ്തി, അതായത് ചികിത്സിച്ച് പരിപൂർണമായിട്ട് മാറ്റം വരുത്താൻ കഴിയുമെന്ന് വെച്ചാൽ കഴിയുന്ന കാര്യമല്ല. എന്നാൽ ഒരു പരിധി വരെ എല്ലാ വ്യക്തികൾക്കും ലൈംഗികത വീണ്ടെടുക്കുവാൻ കഴിയും. അത് ഏത് രൂപത്തിലാണെന്ന് വെച്ചാൽ അവരുടെ പ്രശ്നം എന്താണെന്നുള്ളതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പരിപൂർണമായിട്ട് രക്തക്കൊഴൽ ബ്ലോക്ക് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കതിന് പെനയിൽ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് സാമ്പത്തികമായിട്ടുള്ള ചിലവ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അത്രയും ബ്ലോക്കില്ല, കുറച്ചുകൂടെ അതിലും കുറഞ്ഞ ബ്ലോക്കാണെങ്കിൽ നമുക്ക് ഇൻട്രാകാവേണസ് ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റും ലിംഗത്തിലേക്ക്. അവിടെയും ചിലവ് അതിൻ്റെ 10-1 പോലും വേണ്ട. അപ്പോൾ രോഗിക്ക് സ്വന്തം ചെയ്യാവുന്ന ഇൻസുലിൻ സിറിഞ്ച് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അതിലും കുറവുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഗുളികകൾ മതി. ഇനി ചിലർക്ക് വ്യായാമം കൊണ്ട് തന്നെ കാര്യങ്ങൾ മാറി കിട്ടും. അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും പരിപൂർണമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുക എന്നുള്ളത്. എത്രത്തോളം പഴകിയ രോഗമാണോ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. അതേ അതിനകത്ത് ഉത്തരവുള്ളൂ. പിന്നെ ഏത് പ്രശ്നമാണെങ്കിലും പരിഹരിച്ചു കൊടുക്കാം, മാറാരോഗങ്ങൾ മാറ്റി കൊടുക്കും എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ മാറാരോഗങ്ങൾ മാറില്ല ഒരിക്കലും. എന്നാൽ പിന്നെ അതിന് മാറാരോഗം പറയാൻ പറ്റില്ല. അപ്പോൾ എന്ന് പറഞ്ഞോണം ആ രീതിയിൽ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടുന്നത് അത് എത്രത്തോളം കാലമായി എന്നുള്ളതിലാണ് കാര്യം കിടക്കുന്നത്. എത്രത്തോളം അത് പഴകിയതാണെന്നുള്ളത്. പഴകും തോറും ഇതിന് ചികിത്സിക്കാനുള്ള ബുദ്ധിമുട്ട് കൂടും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പെനൈൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഞാനൊരു കാര്യം പറയാം. ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് 4 രീതിയിലുള്ള ചികിത്സയാണുള്ളത്. ഒന്ന്, ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ നൽകാറുള്ളത് വ്യായാമം ചെയ്യുക, ആഹാര രീതിയിൽ മാറ്റം വരുത്തുക, അങ്ങനെയുള്ള മരുന്നുകളില്ലാതെയുള്ളൊരു ചികിത്സ. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ചികിത്സ എന്ന് വെച്ചാൽ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ്. അതിൽ ന്യൂട്രാസ്യൂട്ടിക്കൽസ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെമിക്കലല്ല, പ്ലാന്റ് ഒറിജിനാണ്. അതിൻ്റെ കൂടെ വയാഗ്ര പോലെയുള്ള ഗുളികകൾ, PD5 ഇൻഹിബിറ്റേഴ്സ് വരും. അതാണ് രണ്ടാമത്തെ ചികിത്സ. മൂന്നാമത്തെ ചികിത്സ എന്ന് പറയുന്നത് ഇൻട്രാകാവേണസ് ഇഞ്ചക്ഷനാണ്. ലിംഗത്തിലെ ബ്ലോക്ക് നീക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ ലിംഗത്തിലേക്ക് വയ്ക്കുക. ഓക്കെ, ഈ 3 ചികിത്സ കഴിഞ്ഞിട്ട് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ലാത്ത വ്യക്തികൾക്ക് ലിംഗത്തിലേക്ക് 2 ദണ്ഡുകൾ കടത്തുക, ഒരു കൃത്രിമ ലിംഗം ഘടിപ്പിക്കുക. അവരുടെ പ്രശ്നത്തിൽ വേറൊരു റിമോട്ട് ഇത് വയ്ക്കുക. റിമോട്ടെന്നല്ല, ഒരു യന്ത്രത്തിൻ്റെ രീതിയിലുള്ളൊരു സംഗതി വയ്ക്കുക. അതിൽ ഞെക്കുമ്പോൾ ലിംഗം ഉയർന്നു വരുന്നു, ലിംഗത്തിൽ ഞെക്കുമ്പോൾ ലിംഗം താണു പോകുന്നു. അങ്ങനെയുള്ളൊരു സിസ്റ്റമാണത്. ഇത് സിലിക്കൺ ദണ്ഡുകൾ ഉപയോഗിച്ചിട്ട് ഒരു കൃത്രിമ ലിംഗം പിടിപ്പിക്കുന്ന രീതിയാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. ഇതൊരു അവസാനത്തെ മാർഗ്ഗമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ല. മാത്രമല്ല ഇതിന് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് ചിലപ്പോൾ റിജക്റ്റ് ചെയ്യപ്പെടാം. നമ്മൾ കാതിൽ കമ്മലിട്ടാൽ കാത് പഴുക്കില്ലേ, അതേപോലെ ഇത് പഴുത്തു കഴിഞ്ഞാൽ ഇതെടുത്ത് കളയല്ല, വേറെ മാർഗ്ഗമില്ല. പിന്നെ സ്വാഭാവിക ലൈംഗികത എന്തായാലും നഷ്ടപ്പെടും. ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു പുരുഷന് ലിംഗം ഉയർന്നു വരും, ലൈംഗികമായിട്ട് ബന്ധപ്പെടണം എന്നുള്ള തോന്നൽ വരും. അങ്ങനെയുള്ള തോന്നലൊക്കെ ഈ വരുമ്പോഴാണ് ലിംഗം ഉയരല്. ഇവിടെ ഒന്നുമില്ല, ലിംഗം കൃത്രിമമായിട്ട് മാത്രമേ ഉയരുള്ളൂ. സ്വിച്ചിട്ടാൽ ഉയരുകയും സ്വിച്ചിട്ടാൽ താഴുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോകും. അത് ഒന്നുമില്ലാത്തതിനേക്കാളും ഭേദമാണത്. അതല്ലാതെ അതിലേക്ക് പോകാതെ തുടക്കം മുതലേ ഇതിന് ചികിത്സ നൽകുന്നതാണ്. വ്യായാമമൊക്കെ നന്നായിട്ട് ചെയ്ത് നല്ല രീതിയിൽ പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടറെ, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചല്ലോ. അപ്പോൾ ഈ വാർദ്ധക്യകാലത്തുള്ള ലൈംഗികത കൊണ്ട് ദമ്പതികൾക്ക് കിട്ടുന്ന സുഖങ്ങൾ എന്തൊക്കെയാണ്? അതൊരു നല്ല ചോദ്യമാണ്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ദമ്പതികൾക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ കാര്യം അവരുടെ ആയുസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു 60 വയസ്സിൽ അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക്
അവർ മരണപ്പെടുന്ന അല്ല, നമുക്ക് കറക്റ്റായിട്ട് ഇന്നയാൾ ഇത്ര വയസ്സ് മരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഒരു 75 വയസ്സാണെങ്കിൽ അതൊരു 80ലേക്ക് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയും. അപ്പോൾ ആയുസ് നീട്ടുക എന്നുള്ളത് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ആയുസ് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും. പിന്നെ രോഗപ്രതിരോധ ശക്തി കൂട്ടും. അതായത് നമ്മുടെ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസലിലും മറ്റുള്ള രക്തത്തിലുള്ള അണുക്കൾ, രോഗപ്രതിരോധ ശക്തി ഉയർത്തുന്ന അണുക്കൾ കൂടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല മറ്റു രോഗങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അറിയാമല്ലോ, ലൈംഗികത എന്തായാലും ശരി ഒരു നല്ല വ്യായാമമാണ്. അതുകൊണ്ട് അത് ഹൃദയത്തിന് ഗുണം ചെയ്യും, മറ്റ് അവയവങ്ങൾക്ക് ഗുണം ചെയ്യും. പിന്നെ ഇൻറ്റിമസി ഉണ്ടാവും. അതായത് സാധാരണ രീതിയിൽ ലൈംഗികത ഇല്ലാത്തൊരു വാർഷിക ദമ്പതികളിൽ ഒന്ന് പറഞ്ഞതിന് രണ്ടാമത് ലഹള തുടങ്ങും, വഴക്കും അടിയും ബഹളവും കുറച്ചുകൂടെ കുറയും. നല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട വ്യക്തികൾക്ക് ഒരു 2-3 ദിവസം വെറുതെ ബഹളം ഉണ്ടാക്കാതെ ജീവിക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ വളരെയധികം കുറയും. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അല്ല, ശാസ്ത്രീയമായിട്ടത് എനർജിൻ്റെ അങ്ങനെ നമുക്കൊരു തിയറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് പ്രാക്ടിക്കലി അത് ശരിയാണ് താനും. പിന്നെ അടുത്ത എനർജി നമ്മുടെ വേദന സംഹാരി ഉൽപ്പാദിപ്പിക്കുന്നത് തലച്ചോറിലാണ്, എൻഡോർഫിൻ എന്ന് പറയുന്നത്. അത് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇത്തരം വേദന സംഹാരികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വേദന സംഹാരികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ട് കൂടുതൽ വാർഷികകാലത്ത് അവിടെ ഇവിടെയൊക്കെ വേദന, ആ വേദന ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. പിന്നെ ഒരു പോസിറ്റീവ് മൂഡ് അല്ലെങ്കിൽ ഒരു എന്താണ് ജീവിക്കാനുള്ള ഒരു ആഗ്രഹവും ഒരു സന്തോഷമൊക്കെ ഈ വാർഷികകാലത്തിലെ ലൈംഗികത മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. അതില്ലെങ്കിൽ എനർജിൻ്റെ ജീവിതം മുരടിച്ചതായി മാറും. അതായത് ഒരു നെഗറ്റീവ് അപ്രോച്ച് മാത്രമേ പിന്നെ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് വാർഷികകാലത്തിലെ ലൈംഗികത. ചെറുപ്പകാലത്തിലും അല്ല കേട്ടോ, അത് ആ പ്രായത്തിലും ലൈംഗികത വളരെ നല്ലതാണ്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും വാർഷികത ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതലാണ്. അതാണ് വാർദ്ധക്യ കാലത്ത് ഉണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ലൈംഗികത എന്ന് പറയുന്നത് വെറുതെ ഒരു ശാരീരികമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, മാനസികമായിട്ട് പോലും നമുക്ക് നല്ല സപ്പോർട്ട് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാർദ്ധക്യകാലത്തുള്ള ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്